ചാച്ചൻ എന്നെ ഇനി ഒന്നും കൂടെ അനുഗ്രഹിച്ചു വിടണം. കത്തോലിക്ക സഭയെയും പള്ളിയെയും അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ബിഷപ്പിനെയും ഒക്കെ എനിക്കവരെ ദൈവത്തിന് തുല്യമായിട്ട് ഞാൻ കാണുന്നത്. അവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എനിക്ക് ദൈവം സംസാരിക്കുന്ന പോലെയായിരുന്നു, ദൈവത്തെ അറിയത്തില്ലെങ്കിലും. ഗംഭീരമായ ഒരു പെരുന്നാൾ ഞങ്ങളുടെ മാങ്കുളം പള്ളിയിൽ നടക്കുക. പെരുന്നാളെന്ന് പറഞ്ഞാൽ വൈകിട്ട് ഗാനമേളയോ നാടകമോ ഒക്കെ ഉണ്ടെങ്കിലോ പെരുന്നാളാവുള്ളൂ, വെടിക്കെട്ടുമൊക്കെ. അങ്ങനത്തെ ഒരു പെരുന്നാൾ ഞങ്ങൾ നടത്തുകയാണ്. നടത്തുമ്പം ഞാൻ നല്ല പ്രതാപത്തിലായി. എനിക്ക് അടിമാലിയിലും ലക്ഷ്മിയിലും മാങ്കുളത്തും ഏറ്റവും സൂപ്പർ സൗകര്യമുള്ള സ്ഥലമുള്ള ആൾ, നല്ല വരുമാനമുള്ള ആൾ, ബിസിനസ്സുണ്ട്. എൻ്റെ വാക്കുകൾ കാശ് പോലെയായിരുന്നു ആ കാലത്ത്. അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് ലക്ഷ്മി സ്ഥലം മേടിച്ചപ്പോൾ ലാഭത്തിലാന്ന് പറഞ്ഞപ്പോൾ 1-2 ആളുകൾക്ക് ഷെയർ കിട്ടിയോ പറ്റുള്ളൂ. ഞങ്ങൾ കാശ് തരാം, ഞങ്ങൾക്കും വേണ്ട ഷെയർ. 2 പേര് എരുമേലിയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും 2 പേർക്ക് നിർബന്ധമായിട്ട് കൊടുക്കും. അപ്പോൾ കാശ് കിട്ടിയ അടുത്ത ബിസിനസ് ഇഷ്ടം പോലെയല്ലേ കിട്ടുന്നത്, എനിക്ക് ചെയ്യാൻ കിടക്കുന്നത്, അവർക്കറിയത്തില്ലെങ്കിൽ. ശരി, കൊടുത്തു. അന്നേരം ഒരു വണ്ടി മേടിക്കാൻ തീരുമാനിച്ചു. കട്ടപ്പന മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഒരു വണ്ടി കൊടുക്കുന്നത് പറഞ്ഞാൽ അത് ഞങ്ങൾ കയറി മേടിച്ചു. ആ സമയത്താണ് ഈ പെരുന്നാൾ. ആ പെരുന്നാൾ വന്നപ്പം ഞങ്ങൾ മുൻ വികാരിയും അത്യാലിക്കുട്ടപ്പൻ ലക്ഷ്മി തോട്ടത്തിന് ഷെയർ മേടിച്ച ആളുമായിട്ട് ആഘോഷമായിട്ട് പെരുന്നാൾ കൂടാൻ പോവുക. അത്യാലിക്കുട്ടപ്പൻ എന്ന് പറയുന്ന ആൾ ഒരു എക്സ് സർവീസുകാരനാണ്. അദ്ദേഹത്തിന് നല്ലപോലെ സ്മോൾ അടിക്കുന്ന ആളാണ്. അങ്ങാർക്ക് കോട്ട കിട്ടും. അങ്ങാരും അച്ഛനുമായിട്ട് കമ്പനി കൂടി ഇപ്പോൾ അച്ഛനും ശരിച്ച് അടിച്ചു തുടങ്ങിയെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അന്നും ഞാൻ ഈ ബിസ്കിയും ബ്രാൻഡിയും ഒന്നും കുടിക്കില്ല. കൂടി വന്നാൽ കള്ളും ബിയറും മാത്രമേ കുടിക്കുകയുള്ളൂ. എത്ര വന്നാലും അതിനപ്പുറത്തേക്ക് പോകത്തില്ല. അങ്ങനത്തെ ഒരു രീതി സ്വഭാവവും എനിക്കുണ്ടായിരുന്നു. എത്ര കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ അത് തുടത്തില്ല. അതുകൊണ്ട് ഇവർ ബ്രാൻഡിയൊക്കെ ആയിട്ട് വണ്ടിയിൽ കട്ടപ്പനയിൽ നിന്ന് വന്നു. അടിമാലി വെച്ച് ഞങ്ങൾ കൂടി. ഞങ്ങൾ ലക്ഷ്മി തോട്ടത്തിൽ വന്നു. ഞങ്ങൾ രാത്രിയിൽ ഒരു 10-11 മണിയായപ്പോൾ തോട്ടത്തിൽ നിന്ന് പോകുമ്പം ബിരിപാറ എന്ന് പറയുന്ന സ്ഥലം 10 കിലോമീറ്റർ ഞങ്ങളുടെ തോട്ടത്തിൽ മൂന്നാറിൽ നിന്ന് വരും. പിന്നെ 10 കിലോമീറ്റർ കൂടെ പോയപ്പം മാങ്കുളത്തിൻ്റെ സെൻറ്ററായി വനമാണ്. ആ വനത്തിൽ വെച്ച് ഒരു മരം വീണ് കിടന്ന് മുറിച്ചിട്ട് അതിൻ്റെ ശകലം മരം നീണ്ടു നിന്നത്തിൽ ഈ വണ്ടി പോയി ഫ്രണ്ട് തട്ടി നിയന്ത്രണം വിട്ട് ഈ വണ്ടി കൊക്കയിലേക്ക് മറിഞ്ഞു. 77 പെരുന്നാളിൽ പോയതാണ്. ഞങ്ങൾ 2-3 കറക്കം കറങ്ങി ബ്രാൻഡിക്കുപ്പിയൊക്കെ പൊട്ടി അപകടങ്ങളൊന്നുമില്ലാതെ ഞങ്ങളെ ജീവൻ രക്ഷപ്പെട്ടു. വണ്ടിക്ക് കുറേ പരിക്കൊക്കെ പറ്റി. വണ്ടി മറിഞ്ഞൊരു മരത്തെ തടഞ്ഞു നിന്നു. ഞാൻ ആദ്യം ഈ വണ്ടിയുടെ ഡോറിൻ്റെ ഗ്ലാസിനിടയൊക്കെ തലയിട്ട് നോക്കി. മരത്തേൽ നല്ലപോലെ ഉറച്ചിരിക്കുക, മറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പുറത്ത് ചാടി, ഇവരെയൊക്കെ വലിച്ചു അടിച്ച് പുറത്താക്കി. ആർക്കും ഒടിവ് മുറിവൊന്നുമില്ല. എല്ലാവരും കാലേ കുത്തി നിൽക്കുന്നുണ്ട്. എല്ലാവരും നിന്ന് വിറക്കുക, 2 പേരും നിന്ന് വിറക്കുക. ഞങ്ങൾക്ക് എല്ലാവരും വിറയലുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു, എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, വന്നു സംഭവിച്ചു, കാലേ കുത്തി നിൽക്കുന്നുണ്ടല്ലോ, ഒടിവും മുറിവും ഒന്നുമില്ലല്ലോ, വന്നതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. നമ്മൾ നടന്നു പോയി ശീലമുള്ളവരല്ലേ. അതുകൊണ്ട് നിങ്ങൾ 2 പേരും നടന്ന് പള്ളിയിൽ പൊക്കൂ. ഒരു 3-4 കിലോമീറ്റർ അങ്ങോട്ട് പോകുമ്പം ആന ഷെഡുണ്ട്. അവിടെ കൂപ്പ് വിട്ടെന്നുള്ള കാലമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആന ഷെഡിൽ കിടന്നോളാം, ആനക്കാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്, ഞാൻ ആനയെ വിളിച്ചുകൊണ്ട് നീ വണ്ടി നാളെ വലിച്ചു കയറ്റിച്ചോളാം. അവരെ പറഞ്ഞ് ഞാൻ രാത്രിയിൽ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പെരുന്നാൾ കൂടാൻ പോയ ഞാൻ ആന ഷെഡിൽ കിടന്നു, ആനക്കാരുടെ കൂടെ. പിറ്റേ ദിവസം എൻ്റെ പെരുന്നാൾ ഈ മറിഞ്ഞ വണ്ടി ആനയെ കൊണ്ട് വലിച്ചു കയറ്റിക്കുന്നതാണ്. ഇത്രയും 10, 24, 25 വയസ്സുള്ളൊരു പയ്യൻ ആനയെ കൊണ്ട് വണ്ടിയൊക്കെ വലിച്ചു കയറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും. അതിനെ വിശദീകരിക്കാനൊന്നും എനിക്ക് സമയമില്ല. അതൊക്കെ കയറ്റാൻ പറ്റും. ആന വലിക്കുമ്പം വണ്ടി അങ്ങ് മറിഞ്ഞു പോവുകയല്ലേ, അതിനൊക്കെ വേറെ വടവിട്ട് അടുത്ത മരത്തെ കെട്ടിയാൽ അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്താൽ അതൊക്കെ വലിച്ചു കയറ്റാൻ പറ്റും ബുദ്ധിയുള്ളവർക്ക്. അതിനൊക്കെ ദൈവം കൃപ തന്നിട്ടുണ്ട്. വിശദീകരണമൊന്നും വേണ്ട. കൊക്കെ കിടന്ന വണ്ടി മറിച്ച് വീല വെച്ച് വലിച്ച ആനയെ കൊണ്ട് വക്ക കെട്ടി വടം കെട്ടി വലിച്ചു കയറ്റി, ഈസിയായിട്ട് കയറ്റി. അതൊക്കെ പോട്ടെ, വണ്ടി കയറ്റി കഴിഞ്ഞപ്പം ഗ്ലാസും കുറേ ബോഡിക്കുമൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്, ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയി. മെക്കാനിക്കൽ യാതൊരു തകരാറുമില്ല. 4 മണിയായപ്പോൾ ഇവർ വന്നു, ബ്രേക്കും ഒക്കെ ഉണ്ട്.
ഞാനല്ല ഓടിക്കുന്നത്, കുട്ടപ്പഞ്ചേട്ടൻ തന്നെയാണ് ഓടിച്ചത്. എന്നെക്കായാലും കൂടുതൽ എനിക്ക് അത്ര വലിയ പ്രാക്ടീസൊന്നുമില്ല, ഞാൻ കാര്യം മനസ്സിലാക്കാനുള്ള കഴിവോ എനിക്കുള്ളൂ. ഏതായാലും ഞങ്ങൾ ആ വണ്ടി ഓടിച്ച് മൂന്നാറിൽ വന്നു. ആലോചിച്ചു, ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല ഈ വണ്ടി മറിഞ്ഞ കാര്യം. ആരും അറിയാതെ ഇരിക്കാൻ എറണാകുളത്ത് കൊണ്ടുപോയി ആരും അറിയില്ല. രാത്രിയിൽ ഓടിച്ച് എറണാകുളത്ത് കൊണ്ടുവന്ന് വെച്ചു. അച്ഛനെ കൊണ്ടുവന്ന് അടിമാലിലോട്ട് പള്ളി ഇറക്കി വെച്ച്, അച്ഛൻ ബസ്സിൽ കയറി പോക്കൂ, ഞങ്ങൾ എറണാകുളത്ത് പോവുക വണ്ടി കൊണ്ടിരിക്കാൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ എറണാകുളത്ത് വന്നു. എറണാകുളം ടൗൺ ഹാളിൻ്റെ എതിര് വെച്ചത് ഒരു വർക്ക്ഷോപ്പിലേക്ക് രാത്രി വണ്ടി കയറ്റി. എറണാകുളത്ത് ലോഡ്ജിൽ ഒരു മുറിയെടുത്ത് ഞങ്ങൾ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ വർക്ക്ഷോപ്പുകാരെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് റെഡിയാക്കി. പെട്ടെന്ന് വണ്ടി പണിതു തരണം, ഞങ്ങൾ വണ്ടി പണിതുകൊണ്ട് പോകുന്നുള്ളൂ, ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് സമയം പോകാനൊരു പണിയില്ല. ഞങ്ങളിങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യും. രാവിലെ മാറ്റി സിനിമ കോട്ടയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആലോചിക്കും, ടൗൺ ഹാളിൽ ഒരു തിരക്ക് ആളുകൾ. ഉടനെ ഞങ്ങൾ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. കുട്ടപ്പഞ്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല ഇംഗ്ലീഷൊക്കെ നല്ല കുറച്ച് ലോകപരിചയമൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് ചെന്നു കഴിയുമ്പോൾ, നിങ്ങൾ എവിടുന്നാണ്? ഞങ്ങൾ അടിമാലിയിൽ നിന്നാണ്. അവർ ഞങ്ങളെ സ്വീകരിച്ച് മേശയൊക്കെ ഇട്ട് ആളുകളുടെ പേരൊക്കെ എഴുതി രജിസ്ട്രേഷനൊക്കെ ആളിരിക്കുക. ഞങ്ങളുടെ പേരൊക്കെ ചോദിച്ചു. ഞങ്ങൾ മണ്ടലാകാതെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾക്കൊരു ബാഴ്ച തന്നു, ഒരു ഭക്ഷണത്തിൻ്റെ എന്ന് പറഞ്ഞൊരു ടിക്കറ്റ് തന്നു. ഇതെന്ത് അപ്പോൾ ഇത് ഞങ്ങൾ ഇത് എന്തൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ മണ്ടനാകുമല്ലോ, ഇതെല്ലാം ഞങ്ങൾ മേടിച്ച് പോക്കറ്റിലാക്കി. നിങ്ങളകത്തേക്ക് കയറിക്കോ, മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് റൂം അറേഞ്ച് ചെയ്തോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ വന്ന് ഞങ്ങൾ റൂമൊക്കെ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ റെൻ്റൊക്കെ കൊടുത്തു, ഞങ്ങൾ കൊടുത്തോളാം. അല്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മേടിക്കാത്തൊന്നും മേടിച്ചു. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ റെൻ്റ് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു. നിർബന്ധമായിട്ട് പറഞ്ഞ് ഞങ്ങൾ റെൻ്റൊക്കെ ഒഴിവാക്കി. എന്നിട്ട് ഞങ്ങൾ സമയം പോകാൻ പോയതല്ലേ, ഞങ്ങളകത്ത് കയറി, ഞങ്ങൾ കയറിയിരുന്നു. ഇത് മോറിസോളോ എന്ന് പറയുന്ന ലോകമറിയുന്ന ഒരു ദൈവദാസൻ അമേരിക്കയിൽ നിന്ന് വന്ന് എറണാകുളത്ത് നടത്തുന്ന ഒരു ക്രൂസേഡായിരുന്നു, ആരംഭിക്കുന്ന ദിവസമായിരുന്നു. പെന്തക്കോസ് വിശ്വാസികൾക്ക് വേണ്ടിയും പാസ്റ്റർമാർക്ക് വേണ്ടിയും പ്രത്യേകം അറേഞ്ച് ചെയ്ത് ഒരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ ചെന്ന് കയറി. എൻ്റെയും കുട്ടപ്പഞ്ചൻ്റെയും പേര് അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ബുക്കിനകത്തും കയറി. നല്ല പ്രസംഗം, കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയും ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് അഭിഷേകത്തിൻ്റെ നിറവിൽ നിന്ന് അദ്ദേഹം ശുശ്രൂഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പാൻറ്റും ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. സായിപ്പാണെങ്കിലും ഒരു പള്ളി വികാരിയാകാൻ ഞാൻ നോക്കിയിട്ട് അദ്ദേഹത്തിന് യോഗ്യതയില്ല. ഈ പാൻറ്റും ഷർട്ടും ഇട്ടിരിക്കുന്ന ആൾ പറയുന്നത് ഞാൻ കേൾക്കാനാണ്. അദ്ദേഹത്തെക്കായാലും എത്രയോ മുറ്റിയ ക്രിസ്ത്യാനിയാണ് ഞാൻ. കത്തോലിക്ക സഭ കഴിഞ്ഞിട്ടല്ലാതെ ക്രിസ്ത്യാനികളുള്ളൂ. ഇയാൾ സായിപ്പാലും ഞങ്ങളെക്കായാലും ഒക്കെ ഒത്തിരി താഴത്തെ കടയിലുള്ള ആളാണ് എന്നുള്ള ചിന്തയിൽ അത് പുച്ഛിച്ച് തള്ളി അഹങ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെ മുഷ്കിലും അതിനെ അംഗീകരിക്കാതെ കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും തിരിച്ചറിയുന്ന ഹൃദയവുമില്ലാതെ ഒരു വിഡ്ഢിയെന്ന് വേണേ എന്നെ ഇപ്പം വിശേഷിപ്പിക്കാം. ഞങ്ങൾ പിരിഞ്ഞു. 4 ദിവസവും പങ്കെടുത്തു. മറൈൻ ഡ്രൈവിലായിരുന്നു പരസ്യയോഗം. ലക്ഷക്കണക്കിന് ആളുകൾ എറണാകുളത്തിൻ്റെ ചരിത്രത്തിൽ കൂടിയിട്ടില്ലാത്ത ഒരു ജനക്കൂട്ടം അവിടെ കൂടി. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ലോകമറിയുന്ന മനുഷ്യനായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിലും. 100 കണക്കിന് ആളുകൾ ഓരോ ദിവസവും അത്ഭുത സൗഖ്യങ്ങൾ അവിടെ ആ ഗ്രൗണ്ടിൽ സംഭവിച്ചു. ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് കക്ഷത്തിലൊക്കെ വെക്കുന്ന വടികളൊക്കെ മുകളിലേക്ക് എറിയുന്നത് കാണാമായിരുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ. അങ്ങനത്തെ ഒരു സംഭവം ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ആ കൺവെൻഷനിൽ 4 ദിവസം ഞങ്ങൾ പങ്കെടുക്കുന്നത്. ഉച്ചക്കത്തെ ഇവരുടെ ഭക്ഷണമൊന്നും കഴിക്കാൻ ഞങ്ങൾ നിൽക്കില്ല. ഞങ്ങളിങ്ങോട്ട് നേരെ മറൈൻ ഡ്രൈവിൻ്റെ അക്കരെ ബോട്ടേ കയറി അക്കരെ പോയിട്ട് നല്ല മീനും ഇറച്ചിയൊക്കെ കിട്ടും, നല്ല ഭക്ഷണം കിട്ടും. അവിടെ കാശുണ്ടെങ്കിൽ കള്ള്, നല്ല ഒന്നാന്തരം തെങ്ങും കള്ളും കിട്ടും. ഈ കള്ളും കുടിച്ചിട്ട് വന്നാണ് ഞങ്ങൾ ഈ മീറ്റിംഗ് കൂടുന്നത്. 3-ാമത്തെ ദിവസം ഒരു പയ്യൻ ഞങ്ങളുടെ അടുത്ത് തോണ്ടി ചോദിച്ചു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ്, നിനക്ക് വല്ല രോഗം ഉണ്ടായത് നിനക്ക് അവിടെ കൈവയ്യിടാമെന്ന് പറഞ്ഞു. അവന് പിന്നെയും മനസ്സിലാകാതെ പിന്നെയും അവൻ തോണ്ടിയപ്പം അവൻ പൊട്ടനാണ്, സംസാരിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് മനസ്സിലായപ്പം
ഒരു കൈ ചെവിക്കകത്തിട്ടു, ഒരു ചെവി വായിൽ വിട്ട് കാണിച്ചു, കള്ളല്ലേ വയറ്റിൽ കിടക്കുന്നത്. അവൻ വിശ്വാസത്തോടെ അത് ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ അവിടെ തല്ലിപ്പടച്ച് ബഹളമുണ്ടാക്കി. അവന് സംസാരിക്കുവാനും കേൾക്കുവാനും കഴിയുന്ന അനുഭവത്തിലേക്ക് അവൻ വന്നു. അവിടെ കിടന്നവൻ ബഹളമുണ്ടാക്കി, ചെള്ളു തെറിക്കുന്ന പോലെയാണ് പയ്യൻ തെറിച്ചത്. ഞങ്ങൾക്ക് അതിശയമായി. എന്നിട്ടും അവനെ വിളിച്ച് ഞങ്ങൾ സ്റ്റേജിൽ കൊണ്ടുപോയി വിട്ട് അവൻ്റെ അഡ്രസ്സും ഒക്കെ കുറിച്ച് പറഞ്ഞ് ഞങ്ങളും കുറിച്ചെടുത്ത് അവനെ ടെസ്റ്റ് ചെയ്ത് ഇറക്കി വിട്ടപ്പോഴും ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ്. സായിപ്പിൻ്റെ കാശിൻ്റെ മുഷ്ക്, കാശ് കൊടുത്ത് ചെയ്യിക്കുന്നതാണ്. ഞങ്ങൾക്കും ലോഡ്ജൊക്കെ തരാമെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് വണ്ടിക്കൂലിയും കാശ് കൊടുത്ത ആളുകളെ വിളിച്ചു വരുത്തി താമസിപ്പിച്ച് സായിപ്പ് കാശിൻ്റെ പേരെടുക്കാൻ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് കത്തോലിക്ക സഭയിൽ ഇല്ലാത്തത് വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമോ? അഹങ്കാരം എന്നല്ലാതെ എന്താ പറയേണ്ടത്? പുച്ഛിച്ചു തള്ളി ദൈവപ്രവൃത്തിയെ. പിറ്റേ ദിവസം രാവിലെ വണ്ടിയെ കയറി ഞങ്ങൾ ഈ പയ്യൻ്റെ അഡ്രസ്സ് വണ്ടിയെ കയറി ഞങ്ങൾ പോയി. ഏതാണ്ട് അടുക്കാറായപ്പോൾ മുന്നിലിരുന്ന് ഒരാളോട് ചോദിച്ചു, ഇന്ന സ്ഥലം സ്റ്റോപ്പാകാ, അതിൻ്റെ 3 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാൽ അതാകും, ഇന്നെ വീട്ടുപേരറിയാവോ? അയ്യോ, അത് എൻ്റെ വീടിന് അടുത്തുള്ള വീടല്ലേ, ഇന്നലെ ആ സൗഖ്യമായ പൊട്ടൻ പയ്യൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചു. ഇനി അവിടെ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി തിരിച്ചു പോന്നു. വണ്ടിയും പണിത് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. സമയവും ഞങ്ങളുടെ പോയി. ഇത്രയും പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം തർപ്പിച്ചുറപ്പിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. ഞാൻ പോയത് എൻ്റെ ഇടവപ്പള്ളിയിലെ പെരുന്നാൾ കൂടാനാ. വിഗ്രഹത്തെ ചുമക്കാനും വണങ്ങാനും അതിനെ മൂത്താനും ഒക്കെയാണ് പോയത്. കാട്ടിൽ വെച്ച് പോയ വണ്ടി, ആദ്യമായിട്ട് പോയ വണ്ടി പോയ വഴിക്ക് മറിച്ച് തിരിച്ച് ദൈവ സന്നദ്ധിയിൽ ക്രൂശിൻ്റെ ചുവട്ടിക്കൊണ്ടുവന്നു. അഭിഷിക്തന്മാരിലൂടെ യേശുക്രിസ്തു മനുഷ്യരാശിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ സുവിശേഷം കൽപ്പിച്ചു. ദൈവത്തിൽ ആശ്രയിപ്പാൻ വിഗ്രഹങ്ങളെ വിട്ടോടി ദൈവസന്നിധി വരാൻ വിളിച്ചിട്ട് കേൾക്കാതെ മത്സരിച്ചു പോയവൻ പോയി. ആ വണ്ടിയൊന്നും ഗുണം വന്നില്ല, അതൊക്കെ വിറ്റ് കളഞ്ഞു. എന്നാലും വേറെ വണ്ടി മേടിച്ചു. അന്ന് മേടിച്ചിരുന്ന ചില ബിസിനസിൻ്റെ ബാലൻസ് രൂപ മാങ്കളത്ത് മേടിച്ചിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. വാക്കുകൾക്ക് ഒരു വ്യത്യാസവും ഇല്ലാതെ പറഞ്ഞ അന്നേരം കിട്ടുമെന്ന് 100% ആളുകൾക്ക് ബോധ്യമുണ്ടായിരുന്നത് സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുപോലെ പ്രതിസന്ധികളുണ്ടാകും. പാലിക്കാൻ വേണ്ടിയിട്ട് കണ്ടമാനം ബുദ്ധിമുട്ടും നഷ്ടമൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ആദ്യമൊക്കെ കുറച്ച് നഷ്ടമൊക്കെ അനുഭവിച്ചൊക്കെ നടത്തിക്കൊണ്ട് പോയി. ഇത് മുന്നോട്ട് അതിൻ്റെ മുമ്പിൽ പോയതുപോലെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകത്തില്ല. എന്നാലും മുഷ്കൊണ്ട് അത് കുറച്ചൊക്കെ നടത്തി. ഒരിക്കൽ 25,000 രൂപ ഒരാൾക്ക് കൊടുക്കണം, 2,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം മക്കളുടെ അടുത്ത് നിന്ന് കിട്ടിയ കാശാണ്, അതിന് വാടക കെട്ടിടത്തിൽ താമസിക്കുക. 2,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി 24,000 കൊടുത്ത് ആ സ്ഥലത്ത് പേടി താമസിക്കണം. അടിമാലിയിൽ നിന്ന് നേരിമംഗലത്തിൻ്റെ അടുത്ത് ഒരു വാടക കെട്ടിടത്തിൽ മക്കളെ പേടിച്ച് ജീവനും കൊണ്ടുവന്ന് വാടകയ്ക്ക് എടുക്കുക. അങ്ങാരുടെ പൈസ കൊടുക്കാനില്ല, സമയമായിപ്പോൾ പൈസ ഉണ്ടായില്ല. മേടിച്ചിലും കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് വയസ്സന്മാരിൽ അമ്മായിപ്പൻ്റെ അടുത്ത് വസ്തു വിറ്റ കാശുണ്ട്, വില കുറച്ച് തരുകയാണെങ്കിൽ മേടിക്കാമെന്നുണ്ട്. ഇപ്പം വിളിച്ച് എന്നെ കൊണ്ടുപോയി. അന്നത്തെ കാലത്ത് അമ്മായിപ്പൻ്റെ അടുത്ത് പോയി രാത്രി സംസാരിച്ചപ്പോഴൊന്നും കാശുണ്ടാകുന്ന കാര്യവും കിട്ടുന്ന കാര്യവും ഒന്നുമില്ല, നടക്കുന്ന കാര്യമില്ല. പിറ്റേ ദിവസം എനിക്ക് പൈസ വേണം. ഞാൻ അവിടുന്ന് നടപടിയില്ല എന്ന് മനസ്സിലായപ്പം രാത്രിയിലെ 79 ഞാൻ നടന്നു. തിരിയും പേപ്പറും ഒക്കെ മേടിച്ച്. കാറ്റത്ത് തിരി നിൽക്കില്ല. 20 കിലോമീറ്ററെങ്കിലും നടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. 2-ാം മൈലിൽ വരണം, മൂന്നാർ 2-ാം മൈലിൽ വരണമെങ്കിൽ. രാത്രി 3 മണിക്ക് നടന്ന് ഞാൻ കൂരാക്കുരുട്ടിട്ട് തണുപ്പത്ത് ഞാൻ വന്നു. എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്ന പോലും എനിക്ക് നാട്ടിൽ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ലോറി കിട്ടി. മീരാസ്വാമിയുടെ തൈലം കൊണ്ട് കൊച്ചിക്ക് പോകുന്നത്. 4 മണിക്ക് മുമ്പ് എൻ്റെ വീട്ടിലിറങ്ങി. എൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അപ്പച്ചൻകുട്ടി എന്ന് പറയുന്ന അവനിന്ന് ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അടിമയിലെ കാര്യവും എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂപ്പർവൈസറായിട്ട് നിൽക്കുന്ന ഒരു വളരെ വിശ്വസ്തനായ എൻ്റെ ഒരു ജോലിക്കാരനായിരുന്നു. ആ ജോലിക്കാരൻ എൻ്റെ സഹോദരൻ എന്ന് ഞാൻ പറയും. അവന് ഞാൻ വരുമ്പോൾ ഉറങ്ങാതിരിക്കുക എൻ്റെ വീട്ടിൽ. എൻ്റെ പ്രതിസന്ധി എന്നേക്കായി കൂടുതൽ വിഷമവും അവന്, എൻ്റെ പരാജയം. എനിക്കൊരു ദുഃഖം വരുന്നത് അവന് ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ മാങ്കുളത്തൊരു ഗോവിന്ദൻ നായർ, ഞാൻ അങ്ങോട്ട് പോയി കാശ് കിട്ടും, ചിലപ്പോൾ മേടിക്കും, നഷ്ടത്തിലായാലും നടക്കുമെന്ന് വിചാരിച്ച ആൾ എന്തായെന്ന് അറിയാൻ അയാളും വന്ന് എൻ്റെ മുറിയിൽ ഇരിക്കുക.
നാളെ കാശ് കൊടുക്കണ്ടേ എന്നറിയാൻ. ഈ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. ഈ 4 മണിയാകുമ്പോൾ ഉറങ്ങാതിരിക്കുക. ഞാൻ വരുമ്പോൾ അവർ ഉറങ്ങാതിരിക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, പൈസയുടെ കാര്യമൊന്നും ശരിയായിട്ടില്ല, നേരെ വെളുക്കുമ്പോൾ ഞാൻ പോകും. ഞാൻ കാശ് കൊടുക്കാനുള്ള കുഞ്ഞേട്ടൻ വന്നാൽ ഞാൻ പോയെന്ന് പറഞ്ഞേരെ 5 ദിവസത്തേക്കകം കാശ് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് നോക്കും. പിന്നെ ഒരു അടുത്ത 5-ാം തീയതി വരെയും കൂടെ ശ്രമിക്കും. ഇവിടെയൊന്നും പൈസ ഉണ്ടായിട്ടില്ല. ഞാൻ നേരിമംഗലം പാലത്തിന് ഇക്കരെ പൈസ ഉണ്ടായില്ല, കയറില്ല എന്ന് പോയെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പെട്ടെന്ന് എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ബാഗിനകത്ത് കൊള്ളുന്നത്ര എടുത്തോളാൻ പറഞ്ഞു. അവൻ്റെ മനസ്സിലിരിക്കുന്ന പോലെ 5-6 ലോഡ് ഡ്രസ്സൊക്കെ എടുത്ത് വലിയൊരു ബാഗിനകത്ത് എനിക്ക് തന്നു. ഗോവിന്ദൻ നായർ പറഞ്ഞു, ഞാനും കൂടെ അപ്പച്ചൻ്റെ കൂടെ പോരുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താൻ പോരട്ടാ. ഇല്ല, ഞാൻ വരും, അപ്പച്ചനെ തന്നെ ഞാൻ വിടില്ല. ജന്തി ചെയ്ത ഇക്കാര് സമ്മതിക്കില്ല, എനിക്ക് പോവുകയും ചെയ്യണം. പിന്നെ ഞാൻ അതേ കൂടെ കുട്ടിക്കൊണ്ട് പോയി. എന്നുവെച്ചാൽ ഞാൻ തന്നെ പോയാൽ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുക, അല്ലെങ്കിൽ ഞാൻ നാട് വിട്ടു പോകും, അല്ലെങ്കിൽ ജീവിക്കേണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെയുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. മനുഷ്യരുടെ സ്നേഹത്തെപ്പറ്റി ഞാൻ പറയുന്നത്. ഇന്ന് ഇത് വല്ലതും ഉണ്ടോ? ഗോവിന്ദൻ നായർ എന്നെ കൂടെ പോന്നു. ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. എൻ്റെ ഏറ്റവും വലിയ അടുത്ത സ്നേഹത്തിലുണ്ടായിരുന്ന ഒരു ആർ സുന്ദരേശ്വരൻ നായർ, അന്നത്തെ MLA പബ്ലിക് കമ്മീഷണറായിരുന്നു, PSC മെമ്പറായിരുന്നു. അദ്ദേഹം തമ്പാനൂരാണ് താമസിക്കുന്നത്. വിക്ടറി കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ ഓർത്ത് അവരൊക്കെ വലിയ പണക്കാരാണെന്ന്. സാറേ, എനിക്കൊരു 19,000 രൂപ ഒരു 2-3 മാസത്തേക്ക് തരണം. സാറിൻ്റെ കയ്യിലുണ്ടെങ്കിൽ തരണം, ഇല്ല എവിടെയെങ്കിലും മേടിച്ചു തരണമെന്ന് പറഞ്ഞു. എനിക്ക് അത്ര അത്യാവശ്യമാണ്. സാറ് പറഞ്ഞു, അപ്പച്ചൻ എന്തായി പറയുന്നത്? തിരുവനന്തപുരത്ത് 5,000 രൂപ ഒരു 20-ാം തീയതി എടുക്കാൻ സാധാരണക്കാരുടെ കയ്യിലില്ല, 50,000 രൂപയോ? അങ്ങനെയൊന്നും ഇവിടെ ആരുടെയെങ്കിലും കാശില്ല അപ്പച്ച. ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ചോദിച്ചു, സാറേ 50,000 രൂപ ഒന്നും ഒരു ആവശ്യം വന്ന ബാങ്ക് ബാലൻസ് ഉള്ളവരൊന്നും ഇല്ലെന്നാണല്ലോ സാറ് പറഞ്ഞു. എന്തായി സാറ് പറയുന്നതെന്ന് ചോദിച്ചു. അതിന് പുള്ളി കളിയായിട്ട് എന്നോട് പറഞ്ഞു, ആ ശംഖുമുഖത്ത് കഴിഞ്ഞ ബമ്പർ സമ്മാനം അടിച്ച 20 ലക്ഷം രൂപ കിട്ടിയവൻ്റെ പേര് കാശ് വേണം, അല്ലാതെ സാധാരണക്കാരൻ്റെ ഒന്നും പേര് കാശില്ലെന്ന് പറഞ്ഞു. കളിയാ പറഞ്ഞത്. ഞാനതും കേട്ടുകൊണ്ട് അവിടുന്ന് ഇറങ്ങി വെട്ടുകാട് ശംഖുമുഖത്ത് വന്ന് വെട്ടുകാട് പള്ളിയിലൂടെ ഇറങ്ങി എൻ്റെ പാരമ്പര്യം അനുസരിച്ച് പള്ളി കയറി ഞാനൊന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. വെട്ടുകാട് പള്ളി കയറി പ്രാർത്ഥിച്ചു. ഞാൻ ഇറങ്ങി, ആരാണ് ഈ റോബർട്ട് ഈ ലോട്ടറി അടിച്ചതെന്ന് അന്വേഷിച്ചു. അവൻ പറഞ്ഞു, ഇന്നയാളാണ്. അവനോട് താമസിക്കുന്നത് അന്വേഷിച്ചു. ഇന്നടുത്താണെന്ന് പറഞ്ഞു. അവൻ്റെ വീട് പോയി കണ്ടുപിടിച്ചു പുറമേ കിടന്ന്. അവൻ്റെ സ്നേഹിതൻ ആരാന്ന് അന്വേഷിച്ചു, അടുത്ത സ്നേഹിതൻ. അന്നേരം പറഞ്ഞു, വെട്ടുകാട് പള്ളിയുടെ പുറകിൽ താമസിക്കുന്ന ഒരു റോബർട്ട് എന്ന് പറഞ്ഞൊരു സാറ്, പിന്നെ അവൻ്റെ സ്നേഹിതനായ കോൺഗ്രസിൻ്റെ മണ്ഡല പ്രസിഡൻ്റാന്ന് പറഞ്ഞു. ഈ 2 പേരുടെയും വീടും അഡ്രസ്സും എല്ലാം എടുത്ത് ഞാൻ ഈ സുന്ദരി സാറിൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, ഞാൻ ആ ലോട്ടറി അടിച്ചവനെ കണ്ടുപിടിച്ചു. അവൻ്റെ അഡ്രസ്സ് എടുത്തു, അവൻ്റെ സ്നേഹിതൻ്റെ അഡ്രസ്സ് എടുത്തു. ആ മണ്ഡലം പ്രസിഡൻ്റ് അടുത്ത് നമുക്ക് പോയി ഈ കാര്യം പറഞ്ഞ് അവൻ്റെ അടുത്തുനിന്ന് ഇത്ര രൂപ എടുത്ത് തരാൻ പറഞ്ഞ് നമുക്ക് മേടിക്കണം, ചോദിക്കണം എന്ന് പറഞ്ഞു. ഇടവേ അങ്ങനെയൊക്കെ പറഞ്ഞ് ആരും കാശ് എങ്ങനെ പോകുന്നു, നമുക്കൊരു പരിചയമില്ല. വളരെ ബുദ്ധിമുട്ട്. ഞാൻ സാറിന് ധൈര്യമില്ലെങ്കിൽ ഒരു സാറിൻ്റെ ബലത്തിന് വേണ്ടി ഒരാളെ കൂടെ, സാറിനെ ഇവിടെ കൊള്ളാവുന്ന ഒരാളെ കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആ ശംഖുമുഖം സൈഡിൽ എന്തെങ്കിലും നല്ല പൊസിഷൻ ഇരിക്കുന്നതാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. സാറിന് തന്നെ പറ്റിയില്ലെങ്കിൽ ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ശല്യം കൊണ്ട് പുള്ളി പട്ടത്തുള്ള ISIൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറെ കണ്ടുപിടിച്ചു. കോൺട്രാക്ടർ വർക്ക് കൊണ്ട് അത് കുറേ മിടുക്കനാണ്, നല്ല പൊസിഷനിലുള്ള സാധാരണക്കാരൊന്നുമല്ല. അവരെ വിളിച്ചു സംസാരിച്ച് ഞങ്ങൾ ഏതായാലും ഈ റോബർട്ടിൻ്റെ അടുത്ത് പോയി, സാറിൻ്റെ അടുത്ത് പോയി കണ്ടിങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അയ്യോ, ഞാനെങ്ങനെയാണ് ചോദിക്കുന്നത്, അങ്ങനെ ഒരു ഇതുമില്ലാതെ ബുദ്ധിമുട്ടൊക്കെ ഈ റോബർട്ട് സാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും ഒറ്റയ്ക്ക് ചോദിക്കണ്ട, നമ്മൾ 4 പേരും കൂടെ ആ പുള്ളിയുള്ളൊരു സമയം നോക്കി അങ്ങാരുടെ വീട്ടിലേക്ക് ഇരുന്നു. ചെന്നിട്ട് നമ്മൾ 4 പേരും കൂടി അങ്ങ് ചോദിക്കുക. തന്നില്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോകണം, നമുക്കെന്താ മുടക്ക്, നിങ്ങൾ നല്ല രീതിയിൽ പറയണം. സുന്ദരി സാറോട് ഞാൻ പറഞ്ഞു, കാശ് തരാമോ എന്ന് ചോദിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പൈസയിൽ നിന്ന് 45,000 രൂപ എടുത്ത് ഇദ്ദേഹത്തിന് കൊടുക്കണം. ഇദ്ദേഹം ഞങ്ങളുടെ സുഹൃത്താണ്, ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിന് ഭൂസ്വത്തുള്ള ആളാണ്. ആ രീതി നിങ്ങൾ പറയണം, എന്നെ അറിയാവുന്നല്ലോ, നിങ്ങൾ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവസാനം ഇവർ സമ്മതിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ കോറ വെക്കാൻ 27-ാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 27-ാം തീയതി ഞങ്ങളെല്ലാം കൂടെ 4 കൂടെ ഒത്തു. ഈ പറഞ്ഞ ആളുടെ വീട്ടിൽ ചെന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായ അയാൾക്ക് ഞങ്ങളെ വലിയ കാര്യമായിട്ട് അദ്ദേഹം സ്വീകരിച്ചു.
അങ്ങാര് തന്നെ അവസാനം ചോദിച്ചു, നിങ്ങൾ 4 പേരും കൂടെ പ്രത്യേകിച്ച് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ ഇവിടെ ഇങ്ങോട്ട് വന്നതിന്? അതൊരു ആർ സുന്ദരേശ്വരൻ നായർ തന്നെ പറഞ്ഞു, ഇദ്ദേഹം ഞങ്ങളുടെ സ്നേഹിതനാണ്, ഒരു ബിസിനസ്സുകാരനാണ്, പൂസ്വത്തുള്ള ആളാണ്. പുള്ളിയുടെ ബിസിനസ് ഇപ്പോഴേക്ക് പെട്ടെന്നുണ്ടായ ഒരു ആവശ്യം, 19,000 രൂപ ആവശ്യം വന്നിട്ട് ഇവിടെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് പണമില്ലായിരുന്നു കൊടുക്കാൻ. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പണത്തിൽ നിന്ന് 45,000 രൂപ എടുത്ത് ഇദ്ദേഹത്തിന് കൊടുക്കണം. 90 ദിവസം കഴിയുമ്പോൾ തിരിച്ചു തരും. അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ ലോട്ടറി അടിച്ചവൻ്റെ മറുപടി 30-ാം തീയതി മതിയോ? ഞാൻ പറഞ്ഞു മതി. 30-ാം തീയതി അദ്ദേഹം ബാങ്കിൽ നിന്ന് പണമെടുത്ത് എന്നെ തമ്പാനൊരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടു വിട്ടു. ഈ 3 ദിവസം ഗ്യാപ്പുള്ളത് കൊണ്ട് ഞാനൊരു 3.5 ഏക്കർ സ്ഥലത്തിൻ്റെ ആധാരം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു ആധാര എഴുത്തുകാരനെ കൊണ്ട് ഞാനൊരു പ്രമാണം എഴുതിച്ച് ഒരു എഗ്രിമെൻ്റ് എഴുതി ഈ കാശ് തന്നപ്പോൾ റോബർട്ടിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. റോബർട്ട് പറഞ്ഞു, ഇതൊന്നും വേണ്ടായിരുന്നു. അത് വേണ്ടായിരുന്നു, ശരി, ഞാൻ ഏതായാലും എവിടെന്നെങ്കിലും മേടിച്ചാൽ ആവശ്യം വന്നാൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഏതായാലും ഞാനിത് എഴുതി വെച്ചു, ഇത് നീ വെച്ചു, ഞാൻ ആ പൈസ തരുമ്പോൾ അതുപോലെ തന്നെ വേണ്ടാത്ത സാധനം തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. 90 ദിവസം കഴിയുമ്പോൾ ഞാൻ കാശ് കൊടുത്തു തരുമല്ലോ, എന്നിട്ട് തന്നാൽ മതി. അത് നിർബന്ധമായിട്ട് കൊടുത്ത് ഞാൻ പോന്നു. ഞാൻ ഈ കാശ് കൊടുക്കാനുള്ള പാർട്ടി ഞാൻ പോകുന്ന കാര്യം കഥ പറഞ്ഞപ്പോൾ കേട്ടായിരുന്നല്ലോ. 1-ാം തീയതിയാണ് ഞാൻ പോകുന്നത്. 2-ാം തീയതിയോ 3-ാം തീയതിയോ ചെന്ന് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ കാശ് കൊടുക്കാനുള്ള ആ കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞ കാരണവർ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, 5-ാം തീയതി ചിലപ്പോൾ വരും, അല്ലാതെ അടുത്ത 5-ാം തീയതി വരും, കാശുണ്ടാകില്ലേ നേരുമംഗലം പാലത്തിന് ഇക്കരെ കടക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം അച്ഛാ ഈ സാഹചര്യത്തിൽ നിന്ന് ചോദിച്ചു. അച്ഛൻ അതിനൊരു മറുപടി പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു, ഞാനും അവനെ ഒന്ന് കാണണമെന്നും കൊണ്ടിരിക്കുകയായിരുന്നു, കണ്ടെങ്കിൽ ഞാനും അന്വേഷിച്ചെന്ന് പറയണമെന്ന് പറഞ്ഞു. കുഞ്ഞേട്ടൻ നിരാശനായിട്ട് ഇങ്ങ് പോന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ കാര്യത്തിലൊരു ഉത്തരവാദിത്വമില്ല, എൻ്റെ സ്നേഹിതന്മാർക്കില്ല. ഈ കാശ് കൊടുക്കാനുള്ള വഴിയിൽ വാടകയ്ക്ക് കിടക്കുന്ന ആളെ ഒരാശ്വാസം ഇന്ന പോലെ ചെയ്യുക, അവൻ വരും, എന്തെങ്കിലും ഒരു ആശ്വാസ വാക്ക് പറയേണ്ടതിന് പകരം അതൊന്നും പറയാതിരുന്നുകൊണ്ട് അദ്ദേഹം ഒരു സത്യസന്ധനായ മനുഷ്യനും വാക്കിന് വില കൊടുക്കുന്ന മനുഷ്യനുമായിരുന്നു കുഞ്ഞാട്ടൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വലിയ സമ്പന്നനായിരുന്നു, ഈ മക്കൾ നശിപ്പിച്ചു കളഞ്ഞതാണ്, വലിയ കോടീശ്വരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നിട്ട് എൻ്റെ വസ്തുവിലേക്ക് കയറി ആ കൃഷി സ്ഥലത്ത് കുറേ പണിയൊക്കെ ചെയ്യിച്ച് കുറേ വളമൊക്കെ മേടിച്ചിട്ട് ആ സ്ഥലം പുള്ളി അങ്ങ് കൈവശപ്പെടുത്തി, അടിമാലിലുള്ളത്. അപ്പോൾ വിവരം ഞാൻ അറിഞ്ഞപ്പം എനിക്ക് SP-ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാനുള്ളൊക്കെ സുന്ദേശ് സാറ് തിരുവനന്തപുരത്ത് നിന്നുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ഞാൻ പറഞ്ഞു, ഒരു പോലീസ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ട, കാശുണ്ടായില്ലേ ഞാൻ പാലത്തിനക്കരെ കിടക്കില്ല എന്ന് പറഞ്ഞാൽ കടക്കില്ല എന്ന് പറഞ്ഞു, പോവില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്തുകൊണ്ടും ചെയ്തോട്ട് പറഞ്ഞു, അങ്ങാർക്കെതിരായിട്ടൊരു കേസിനും ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നിർബന്ധം പിടിച്ച് അവിടെ ഇരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ അച്ഛനോട് ഞാൻ പറഞ്ഞു, 30-ാം തീയതി ഞാൻ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരും, എനിക്ക് പൈസ റെഡിയായിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് ആ പ്രശ്നം സംസാരിച്ച് തീർക്കാനുള്ള കാര്യം ചെയ്തു. കുഞ്ഞേട്ടൻ ഇപ്പോൾ സ്ഥലത്ത് കയറി പണിതിരിക്കുകയല്ലേ, അച്ഛൻ തന്നെ അച്ഛൻ്റെ അടുത്ത് വന്നച്ച് പോയെന്നുള്ള വിവരം പറഞ്ഞല്ലോ, അച്ഛനിങ്ങനെ പറഞ്ഞെന്ന് വന്ന് അന്വേഷിച്ച് പറഞ്ഞു പോയെന്ന് പറഞ്ഞല്ലോ, വിളിച്ചോളാൻ പറഞ്ഞു. ആ കുഞ്ഞേട്ടൻ വന്നപ്പം അച്ഛൻ വിളിപ്പിച്ചു, 30-ാം തീയതി വിളിപ്പിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കയറുകയാണ്, അന്നേരം അച്ഛനെ ഇങ്ങാരെ വിളിപ്പിച്ചു. അച്ഛനെന്തോ കാര്യം കൈകാര്യം ചെയ്യുന്ന പോലെയാണ് വിളിപ്പിച്ചത്. എങ്ങനെയാണ് കുഞ്ഞേട്ട ആ പ്രശ്നം എങ്ങനെ തീർക്കാൻ പറ്റും? കുഞ്ഞേട്ടൻ അന്ന് വന്നപ്പോൾ എനിക്കൊന്നും പറയാനുള്ള ഒരു മാർഗ്ഗമൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു ചെറിയ വഴിയൊക്കെ അന്വേഷിച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ആ പ്രശ്നം വരിക? ഞാൻ അന്ന് വന്നപ്പോൾ അച്ഛനെ ഇന്ന പോലെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പം ഞാൻ സ്ഥലം എൻ്റെ കയ്യിലിരിക്കുക, ഞാൻ ആ സ്ഥലത്തു നിന്ന് മാറുന്ന കാര്യമല്ലേ അച്ഛൻ ആലോചിച്ചത്. ഒരു 50,000 രൂപ അച്ഛൻ്റെ കയ്യിൽ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. കുഞ്ഞേട്ടൻ വിട്ടില്ല. 50,000 രൂപ കൊണ്ട് എടുക്കാൻ. അയ്യോ അത് പറ്റുകയില്ല, അതൊന്നും ഞാൻ നോക്കി ഉണ്ടാകുകയില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛൻ കൂടുതൽ വർത്താനം പറയേണ്ടതെന്ന് തന്നെ ഈ കുഞ്ഞേട്ടൻ പറഞ്ഞു. 50,000 രൂപ ഞാൻ സ്ഥലം ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞു അച്ഛൻ. ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ കുഞ്ഞേട്ടൻ ആ സ്ഥലം വിൽക്കാൻ നോക്ക്, എന്നിട്ട് കുഞ്ഞേട്ടൻ്റെ വേണ്ടുന്ന കാശ് എടുത്തിട്ട് ബാക്കി കാശ് അവനും കൊടുക്കുക, അവനും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വസ്തു വിൽക്കാനുള്ള ഓർഡറും കൊടുത്ത് അച്ഛൻ കുഞ്ഞേട്ടനെ പറഞ്ഞു വിട്ടു. കുഞ്ഞേട്ടൻ രാവിലെ വസ്തു വിൽക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ അന്വേഷിക്കുന്ന ആളുകൾ പട്ടണത്തിലുണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ പോയി
വിളംബരം അടിച്ചു വിൽക്കാൻ പോവുകയെന്ന്. മൃതക്കായെയും കുടുംബത്തെയൊക്കെ സൃഷ്ടിയൊക്കെ നാശിക്കുന്ന ഒരു വിളംബരത്തെപ്പറ്റി വേദോസ്തു അറിയാവുന്നവർക്കറിയാം. അങ്ങനെ ആ വിളംബരമൊക്കെ അടിച്ചു. ഞങ്ങൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛനൊരു ഉപദേശം പറഞ്ഞു, ഏതായാലും നീ ഇപ്പം കണ്ടാലും ബുദ്ധിമുട്ടുക, ഇനി നിനക്കിവിടെ രക്ഷയില്ല. അതുകൊണ്ട് ആ വസ്തു വീട്ട് കുഞ്ഞേട്ടൻ ബാക്കി രൂപ കിട്ടുന്ന കാശും മേടിച്ച് നീ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാൻ നോക്ക്. ഇപ്പോൾ ഈ കൊണ്ടുവന്ന കാശ് അത്യാവശ്യം വേറെ എന്തെങ്കിലുമൊക്കെ കടങ്ങളും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കൊടുത്ത് കുറച്ച് ദിവസം വിശ്രമിക്കുക. നല്ല ഉപദേശം അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉപദേശമൊക്കെ കൊള്ളാം, തൽക്കാലം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ മേടിച്ച കാശ് ഈ കാര്യം നടക്കുന്നില്ലേ മേടിച്ച ആളിന് തിരിച്ചു കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഞാൻ ഇതുവരെ പാലത്തിനക്കരെ കടന്നിട്ടില്ല. പാലത്തിനക്കരെ ഈ പ്രശ്നം തീർന്നെങ്കിലോ കടക്കുന്നുള്ളൂ, ഇല്ല അങ്ങോട്ട് കടക്കുന്നില്ല, ജീവിക്കാൻ വേറെ പണി എനിക്കറിയാമെന്ന് പറഞ്ഞു. സാരമില്ലെന്ന് പറഞ്ഞു. ഞാൻ നാളെ രാവിലെ കുഞ്ഞേട്ടനെ പോയി കണ്ടിട്ടു പോകുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ എരുവങ്കലത്ത് വന്ന് ഈ കുഞ്ഞേട്ടനെ കണ്ടു. കാണാൻ വന്ന കുഞ്ഞേട്ടൻ വിളംബരത്തിന് പോയിരിക്കുക. കുഞ്ഞേട്ടൻ 4 മണിയായപ്പോൾ വിളംബരം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുഞ്ഞേട്ടനുമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞേട്ടൻ പറഞ്ഞു, പിന്നെ എടാ നിൻ്റെ കാര്യത്തിന് ആർക്കും ഉത്തരവ്, നിൻ്റെ വസ്തുവിനും സ്വത്തിനും ഏതാ അവനെ അവകാശികളെന്ന് അറിയാനാണ് ഞാൻ നിൻ്റെ വസ്തുവിൽ കയറുന്നത്. അവനുണ്ടെങ്കിൽ എനിക്ക് അവനെ ഒന്ന് അറിയണം, അതിനാ കയറിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞേട്ടാ 2000 രൂപ കുഞ്ഞേട്ടൻ കൊടുത്ത് അഡ്വാൻസ് പോയി, 23,000 ഞാൻ കുഞ്ഞേട്ടൻ തരണം. ഞാൻ അറിയുമ്പോഴുള്ളൊരു കുളങ്ങര കുഞ്ഞേട്ടനെ ആക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇതിൻ്റെ പേരിൽ എത്ര നഷ്ടം വന്നാലും ഞാൻ കുഞ്ഞേട്ടൻ തരാം. കുഞ്ഞേട്ടൻ ഞാനുമായിട്ട് സംസാരിച്ച് ഇതിനൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടായെങ്കിലും ഞാൻ ഈ പാലം കടന്ന് അക്കരെ കയറുന്നുള്ളൂ. എൻ്റെ വാക്ക് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. കുഞ്ഞേട്ടന് എത്ര രൂപ നഷ്ടം വന്നിട്ടുണ്ട്, എത്ര രൂപ നഷ്ടം തന്നാൽ ഇത് പരിഹരിക്കാൻ പറ്റും? കുഞ്ഞേട്ടൻ പറഞ്ഞു, ജന്മം ചെയ്താൽ ആ മനുഷ്യൻ പറയില്ല. ചേട്ടത്തി പശു വിറ്റു അഡ്വാൻസ് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുഞ്ഞേട്ടൻ പറയില്ല. ഞാൻ തോറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം ഒരു 30,000 രൂപ 3 കുത്ത് നോട്ടെടുത്ത് കുഞ്ഞേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത് കുഞ്ഞേട്ടാ ഞാൻ മനസ്സായിട്ട് തരിക, ഇതുകൊണ്ട് പരിഹരിക്കുമെങ്കിൽ ഒന്നും വേണ്ടണ്ട, ഇതിൽ കൂടുതൽ വല്ല നഷ്ടവും വന്നിട്ടുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം ആ 30,000 രൂപ അങ്ങ് മേടിച്ചു വെച്ചു. ഞാനിനി അടിമാലിക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. നീ പൊക്കോ, ഞങ്ങളിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. ഗോന്താരും കൂടെ ഉണ്ട് കേട്ടോ. ഇറങ്ങിപ്പോൾ ഗോന്താര് പറഞ്ഞു കുറച്ച് ഞാൻ പറഞ്ഞു ആ പ്രമാണം തിരിച്ച് മേടിക്കണ്ടായിരുന്നു. എന്നിട്ട് പ്രമാണം കൊടുത്തിട്ടില്ലായിരുന്നു. കുഞ്ഞേട്ടാനും കുഴപ്പമൊന്നുമില്ല, അല്ല എന്നാലും അത് മേടിക്കട്ടെ, എന്നാൽ തിരിച്ച് പോകാമെന്ന് പറഞ്ഞു. തിരിച്ച് ചെന്നാൽ കുഞ്ഞേട്ടാ ആ പ്രമാണം നമ്മൾ എഴുതി തന്നെങ്കിൽ നേരെ കുഞ്ഞേട്ടനെ തേടിയെടുത്തു. കുഞ്ഞേട്ടൻ ആ 30,000 രൂപ എടുത്തു. എടാ നീ ഈ 30,000 രൂപ ഒന്ന് കൊണ്ടുപോക്കോ, പ്രമാണം കൊണ്ടുപോക്കോ, ഇന്ന് ശനിയാഴ്ചയല്ലേ, നീ അങ്ങോട്ട് പിന്നെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ കാശ് ഇടപാട് തീർന്നാൽ എൻ്റെ മക്കൾ വന്ന് കള്ള് കുടിച്ച് എന്നെ എടുത്തിട്ട് കാശ് എടുത്തിട്ട് പോയാൽ പിന്നെ ഞാൻ വഴി കിടക്കണം. അതുകൊണ്ട് ഇതല്ല ഉള്ളൂ, നീ തിങ്കളാഴ്ച വന്ന് എനിക്കൊരു ബാങ്കിൽ ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ പ്രമാണവും 30,000 രൂപയും കുഞ്ഞേട്ടൻ എനിക്ക് എടുത്തു തന്ന് എന്നെ തിരിച്ചു വിട്ടു. ഞങ്ങൾ തിങ്കളാഴ്ച പോയി ബാങ്കിലിട്ട് പൈസയും കൊടുത്തു. അദ്ദേഹം 12,000 രൂപ കൊടുത്ത് ഒരു സ്ഥലവും മേടിച്ച് താമസിച്ച് അവിടെ താമസിച്ച് പുള്ളി മരിച്ചതെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് അവസാനിച്ചത്. അദ്ദേഹം നല്ല രീതിയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്നു. ഇതുപോലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിയാണ് 77 മോറീസ് ഓർലോയുടെ ക്രൂസേഡിൽ പങ്കെടുത്തിട്ട് ദൈവത്തോട് മത്സരിച്ച് പോന്നിട്ട് നടന്നത്. ബിസിനസ്സുകളിലെല്ലാം പ്രതിസന്ധികൾ എന്ന് ഓർപ്പിച്ചു എന്നുള്ളതുള്ളൂ. എത്ര കഴിവുണ്ടെങ്കിലും ബുദ്ധിമുട്ടിയാണ് നടന്നത്, നഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. രണ്ടാമത് 7 മരണതുല്യമായ അപകടത്തെ 77 മുതൽ ഞാൻ 77 തന്നെ അപകരിച്ചു. അതിൽ ഒരെണ്ണം ഞാൻ പറയാം. അടിമാലി മോർണിസാർ ഹോസ്പിറ്റലിൽ അന്നത്തെ കാലത്ത് സ്ഥലം മേടിപ്പിച്ച് ജോൺ പണക്കട്ടച്ചിലേക്കൂട്ട സ്ഥാപനം അവിടെ കൊണ്ടിരിച്ചത് ഞാനാണ്. അദ്ദേഹം ആ സൈറ്റിലേക്ക് ഒരു റോഡ് കയറാൻ നടപ്പ് വഴിയുള്ളൂ, ഭയങ്കര കയറ്റമാണ്. അതിൻ്റെ മണ്ണെടുത്ത് കയറ്റം കുറച്ച് വണ്ടി കയറ്റാൻ വേണ്ടി ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കി. അത് PWDക്കാർ റോഡിൽ വീതി കൂട്ടിയ മണ്ണ് വേണമായിരുന്നു, അവർക്ക് മണ്ണ് കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കയറ്റാൻ ബുദ്ധിമുട്ടാണ്, അതിന് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ലോറി അയച്ചാൽ മതി, മണ്ണ് ഞാൻ കയറ്റി തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മണ്ണ് ലോറി അയച്ചു, 2 ലോറി അയച്ചു. അങ്ങനെ മണ്ണ് ലോഡ് ചെയ്ത് പോയി. 3-ാമത്തെ 4-ാമത്തെ ദിവസം അവിടെ മണ്ണിടിഞ്ഞ് 10 പേര് മരിച്ചുപോയി. നിങ്ങളെല്ലാം പത്രത്തിൽ അന്നത്തെ കാലത്തുള്ളവർ വായിച്ചിട്ടുണ്ടാകും. 10 പേര് മണ്ണ് ഇടിഞ്ഞ് മരിച്ചുപോയി, 34 ജോലിക്കാരുള്ളതിൽ. അതിലാദ്യം മരിക്കേണ്ട ആൾ ഞാനാണ്. രണ്ടാമത് മണ്ണിടിഞ്ഞപ്പം ഇങ്ങനെ കട്ടിങ് സൈഡിൽ പോയി നിന്ന ഒരാളിനെ വട്ടം പിടിച്ചു വലിച്ചൂരി എടുക്കാവുന്നതിൻ്റെ ആ ഒരു തോന്നൽ, ആ ശ്രമത്തിൽ നിൽക്കുമ്പോൾ രണ്ടാമത് ഇടിഞ്ഞുകൊണ്ട് ഞാൻ മാത്രം ആ മണ്ണിനുണ്ട്, അരയൊപ്പം മണ്ണി, ബാക്കി എല്ലാവരും മൂടിപ്പോയി. അവരെയൊക്കെ മാന്തിയെടുത്ത് രക്ഷപ്പെടുത്തിയതാണ്
കുറേ ഭൂരിപക്ഷം ആളുകളെയും 10 പേര് എന്നിട്ടും മരിച്ചുപോയി. ആദ്യം മരിക്കേണ്ട മനുഷ്യൻ ഞാനാണ്. അങ്ങനെ മരണതുല്യമായ 7 അനുഭവങ്ങൾ 77 തന്നെ എനിക്കുണ്ടായി. മോറിസ് ഓർലോ 77 തന്നെ അമേരിക്കയിൽ ചെന്നിട്ട് എന്നെ 6 മാസത്തേക്ക് അമേരിക്കയിലേക്ക് ക്ഷണിച്ചു. ദൈവം കണ്ട ഒരു മനുഷ്യനാണ്. അനേകർക്ക് വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കാൻ, പ്രയോജനപ്പെടാൻ ദൈവം കണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. 6 മാസത്തേക്കുള്ള ഈ കോഴ്സിൽ നിങ്ങൾ വന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് എന്നെ സ്പോൺസർ ചെയ്ത് എനിക്ക് ആ കാലത്ത് മോറിസ് ഓർലോയുടെ ലെറ്റർ വന്നു. ഞാൻ പള്ളിയിൽ അച്ഛന്മാരെ ആളുകളെയൊക്കെ കാണിച്ചു. ABCD അറിയാൻ പാടില്ലാത്ത ഞാൻ പലതും അറിയാൻ പറ്റും. 2ാം ക്ലാസ്സുകാരല്ലേ നമ്മളെ. അപ്പോൾ അതുകൊണ്ട് അച്ഛന്മാരും ഒക്കെ പറഞ്ഞത് അത് അച്ഛന്മാരാണല്ലോ നമ്മുടെ ഉപദേഷ്ടാവ്. അല്ല എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടാണ് ഡിസ്കസ് ചെയ്യും. അപ്പം അച്ഛനും ഒക്കെ പറഞ്ഞത് എന്താ പറഞ്ഞു, ഈടാ നീ ABCD അറിയാമ്പോൾ തന്നെ അമേരിക്കയിൽ ക്ഷണമൊക്കെ വന്ന കൊള്ളാം, നീ പോയി അവിടെ പോയി എന്ത് ചെയ്യാനാ? നിൻ്റെ അനിയൻ ആണെങ്കിൽ സുഖമായിട്ട് വേണമെങ്കിൽ ബുദ്ധിയോട്ടൊക്കെ ജീവിക്കാമായിരുന്നു. അവർ പറഞ്ഞൊരു മറുപടിയാണ്. 6 മാസമില്ലേ, എൻ്റെ അനിയൻ സെക്രട്ടേഴ്സ് ഇംഗ്ലീഷ് എഴുതി പഠിച്ചവനാ, അവൻ നല്ല ഇംഗ്ലീഷ് അറിയാവുന്നവനാ, സെമിനാരീനാ. അതുകൊണ്ട് അച്ഛനാകാൻ ഉടുപ്പിട്ടവൻ, അവനൊരു കിഡ്നി ഡാമേജ് ആയി പോയതുകൊണ്ട് ഊന പോലെ തന്നെ അച്ഛനാകാതെ പോയാനാ. പക്ഷേ അവന് നല്ല വിദ്യാഭ്യാസമുള്ളവനും നല്ല ഇംഗ്ലീഷുമാണ്. എനിക്ക് ABCD അറിയാം. നിൻ്റെ അനിയനാണെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. 6 മാസം കൊണ്ട് ഒരു മാതാമ്മയും തല്ലിക്കൂട്ടി 6 മാസം കഴിഞ്ഞ് സുഖമായിട്ട് അമേരിക്കയിൽ ജീവിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് അവരെ പുച്ഛിച്ചു. മറുപടി കൊടുക്കാൻ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. എല്ലാ വർഷവും എന്നെ ഓരോ രാജ്യങ്ങളിലും വിദേശത്തെ ഈ മോറിസ് ഓർലോ എന്നെ ക്ഷണിക്കുമായിരുന്നു. ഞാൻ മറുപടി കൊടുത്തില്ല. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പോയിട്ട് 84 ഞാൻ രക്ഷിക്കപ്പെടുന്ന കാലം വരെയും ഈ മോറിസ് ഓർലോ എല്ലാ വർഷവും എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ 84 ആണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അത് ഞാൻ ഈ കഥ പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുകയാണ്. രക്ഷിക്കപ്പെടാനൊരു കാരണം പറയണമല്ലോ. അതുകൊണ്ട് 81 ഞാനൊരു വലിയൊരു ബിസിനസ് ചെയ്തു. 1,55,000 രൂപയാണ് അടിമാലിൻ്റെ അഡ്വാൻസ്. അത് ചില്ലറ വിൽക്കാനായിട്ട് നോക്കിയപ്പോൾ എൻ്റെ ശത്രുക്കൾ എൻ്റെ വളർച്ചയിൽ അസൂയ ഉണ്ടായ കാലമായതുകൊണ്ട് ശരിക്കും പലതരത്തിലുള്ള ഇതുണ്ട്. അതുകൊണ്ട് എന്നെ അവർ ഉപദ്രവിച്ചു. ആരെക്കൊണ്ട് മേടിപ്പിക്കാതെ എല്ലാം ഉഴപ്പിക്കളഞ്ഞു. എൻ്റെ വാശി ഞാൻ നോക്കിയിട്ട് കേരളത്തിലുള്ള എല്ലാ ബാങ്കുകളെയും ഞാൻ നോക്കി ലോൺ എടുക്കാൻ 2-3 ലക്ഷം രൂപ വേണം ഇത്ര എഴുതി മേടിക്കണമെങ്കിൽ. ഒരു ബാങ്കിനും ഒരു വ്യക്തിക്ക് 2-3 ലക്ഷം രൂപയൊന്നും അന്നത്തെ കാലത്ത് ലോൺ തരാൻ ആരെക്കൊണ്ടും പറ്റില്ല. പ്രൈവറ്റ് പാർട്ടികളെ നോക്കി, മുത്തൂറ്റ് പാപ്പച്ച പോലെയുള്ളവരെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചു. ആരെക്കൊണ്ടും സാധിക്കത്തില്ല പെട്ടെന്ന് 3 ലക്ഷം രൂപ ഒന്നും ഒരാൾക്ക് ലോൺ തരാൻ. അപ്പോൾ ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പറഞ്ഞു, ഇവിടെ ബാംഗ്ലൂർ പോയാൽ വലിയ കുറിയുണ്ട്, 1 ലക്ഷങ്ങളുടെ കുറിയുണ്ടെന്ന് പറഞ്ഞു. ആ കാലത്ത് വലിയ ആൾക്കാർ ചേരുന്നതാണ്. അങ്ങനത്തെ കുറി ചേർന്നാൽ വളരെ ദീർഘകാലം കൊണ്ടാണ് അത് അവസാനിക്കുന്നത്. ഫസ്റ്റ് വസ്തു ഈട് കൊടുക്കാനുണ്ടെങ്കിലോ ഭൂസ്വത്തുണ്ടെങ്കിലോ കിട്ടുള്ളൂ. നിനക്ക് വസ്തു ഉണ്ടല്ലോ, ഈട് കൊടുത്ത് കാശ് മേടിക്കാൻ ബാംഗ്ലൂർ പോയാൽ കാര്യം നടക്കൂടാന്ന് പറഞ്ഞു. അപ്പം എന്നാ അച്ചായ നമുക്ക് അച്ചാരും കൂടെ എൻ്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞു. പുറത്തെ സ്റ്റേറ്റൊന്നും പോയി വലിയ പരിചയം എനിക്കില്ലല്ലോ. അതുകൊണ്ട് തരിയൻ തോമസ് എന്ന് പറയും. അതൊരു വലിയ കുടുംബത്തിലെ ആളാണ്, നല്ല കഴിവുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ നേരെ ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ തന്നെ പുള്ളിയുടെ ഭാര്യയുടെ ചേട്ടത്തിയുടെ മക്കളെ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഞങ്ങൾ ചെല്ലുന്ന പറഞ്ഞ് ഞങ്ങളെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ കമ്പനി കണ്ടുപിടിച്ചു. ചെന്നത് കറക്റ്റ് സമയത്തിന് കുറി തുടങ്ങുന്ന സമയമായിരുന്നു. 25,000 രൂപ കയ്യിലുണ്ട്. ഈ 3 ലക്ഷമൊക്കെ എടുക്കാനാണ് ഇല്ലാത്തത്, ലക്ഷങ്ങളാണ് ഇല്ലാത്തത്. 10-25,000 ഒക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിലും ഉണ്ട്. 25,000 രൂപ പോയി 2 ലക്ഷം രൂപ മതി ഒരു കുറി, 2,000 രൂപ മതി 1 ലക്ഷം രൂപയുടെ കുറി ചേരാൻ. 50 തവണയാണ്, ഒരു വർഷത്തിൽ 3 തവണയേ ഉള്ളൂ. 10-18 കൊല്ലം കൊണ്ടാണ് ഇത് തീരുന്നത്. വളരെ സുഖമായ കാര്യമായിരുന്നു. ആവശ്യത്തിലുള്ള കുറിയായിരുന്നു. ആ മാസം തന്നെ പോയി ചിട്ടി വിളിച്ച് പൈസ ഉണ്ടാക്കി ഇവിടെ വന്നു. ആധാരം ചെയ്തു തരാൻ ആവശ്യപ്പെട്ടു, വസ്തു ഏൽപ്പിച്ച് തരാൻ ആവശ്യപ്പെട്ടു. അവരതൊന്നും വിശ്വസിക്കുകയോ ചെയ്തില്ല. ഞാൻ രജിസ്ട്രേഷനിൽ പോയി ഹാജരായി. ഫുൾ ടൈം ഞാൻ അവിടെ രേഖ ഉണ്ടാക്കി ഒപ്പിട്ടു, ആധാരത്തിൽ ഒപ്പിട്ടു, എൻ്റെ ബാധ്യത സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു. ഞാൻ ആ രക്ഷിച്ചുകൊണ്ടിരുന്ന നിയമപരമായിട്ട് രേഖ ഉണ്ടാക്കി നോട്ടീസ് കൊടുത്തു. ഈ നോട്ടീസ് എങ്ങനെയാണ് അവർ കൈപ്പറ്റിയപ്പോൾ ഇതാ. അന്നേരം അവർ വക്കീലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വക്കീൽ പറഞ്ഞു, അയാളൊരു അന്യനായതുകൊണ്ട് പറഞ്ഞു, ഇതിനൊന്നെങ്കിൽ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഇല്ലെന്ന് പറയണം, അതല്ലെങ്കിൽ മര്യാദ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരു മറുപടി കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതിനവർ ചെയ്തത്, ഈ തലയാഴ്ച ഞാൻ അവിടെ ചെന്നപ്പോൾ പലരും ഈ എഗ്രിമെൻ്റ് പൊക്കി കാണിച്ചതാണ്.
പക്ഷേ പിറ്റേ ആഴ്ച പിന്നെ ഞാൻ അവിടെ ചെന്ന് ഇപ്പം ആളുകൾ പറഞ്ഞു അതിന് വസ്തു തരാൻ തീരുമാനിച്ചു. പിന്നെ നിങ്ങളെ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് വസ്തുവിന് കാശ് കൊടുക്കാതെ അവരെ പറ്റിച്ച് നിങ്ങൾ അങ്ങനെയെങ്കിലും പറഞ്ഞ് കാശില്ലാതെ നടന്ന അല്ലേ, ആ എഗ്രിമെൻറ്റ് ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് രാവിലെ ഉച്ചയ്ക്ക് ചെന്ന് എന്നെ വൈകുന്നേരം വരെ തടഞ്ഞു നിർത്തി. വൈകുന്നേരത്തെ വണ്ടി തിരുവല്ല പാസ് ലാസ്റ്റ് ഉണ്ട്, അതും ഇല്ലായിരുന്നു. 9 മണിയായപ്പം കടയൊക്കെ അടച്ച് ഞാൻ എൻ്റെ സൂക്കേഴ്സിലെടുത്ത് പുറത്തിറങ്ങിയപ്പം കുറേ ഗുണ്ടകളായിട്ടുള്ള ആളുകൾ വന്ന് എന്നോട് ഗുസ്തി വെച്ചു തുടങ്ങി. എഗ്രിമെൻ്റ് എടുക്കുക, ഞങ്ങളൊന്ന് കാണട്ടെ, നിങ്ങളുടെ അഡ്വാൻസ് എത്രയാണ്. ഞാൻ പറഞ്ഞ് വേറെ പണിയുണ്ടേ പോയി നോക്ക്. ഞാനൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, കിട്ടിയെന്നല്ല നിങ്ങളും പറഞ്ഞത്. അതിനകത്ത് എല്ലാം 10,000 രൂപയായിരിക്കും അഡ്വാൻസ്, ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും. അതിൻ്റെ ബാക്കി രൂപ മേടിച്ച് ആധാരം ചെയ്തു തരണമെന്നാണ് ഞാൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. നീ എൻ്റെ എഗ്രിമെൻ്റൊന്നും കാണാൻ നോക്കണ്ട, നീ ഒരു മറുപടി തന്നിട്ട് രജിസ്ട്രേച്ചേരി വന്നാൽ മതി എന്ന് പറഞ്ഞു പാർട്ടിയെ വിളിച്ചുകൊണ്ട്. ബാക്കി രൂപ തന്നെങ്കിൽ അന്നേരം ആധാരം ഒപ്പിട്ട് തരിക, വസ്തു ഏൽപ്പിച്ച് തരിക എന്ന് പറഞ്ഞ് അവരെ വാക്കുകൊണ്ട് പറഞ്ഞ് ഞാൻ അവരെ മടക്കി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പോയി കിടക്കാൻ ലോഡ്ജിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വൃന്ദാവൻ എന്നൊരു ലോഡ്ജോ പോകുന്നത് അവർക്കറിയാം. അപ്പോൾ പോയി അവിടെ നിന്ന് ഒരു 300 കിലോമീറ്റർ അകലമുണ്ട്. ഒരു 10-200 കിലോമീറ്റർ ഒരു മനുഷ്യൻ പോലും ഇല്ല മീറ്റർ ചെല്ലുന്നു കഴിഞ്ഞാൽ. അവിടെ വെച്ച് എന്നെ പിടിച്ച് 10-15 പേരും ഒരു സംഘം കൂടി വന്നിരിക്കുന്നത്. അവർ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി സഭാപടത്തിലാണ്. എന്തായാലും അങ്ങോട്ട് പോകുമ്പം എന്നെ ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് പിടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോവുക, തല്ലിക്കൊന്നുകളെ കളയുക, എഗ്രിമെൻ്റ് എടുത്ത് വലിച്ചു കയറി കളയുക, ഇതായിരുന്നൊരു പദ്ധതി. എന്തായാലും എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങോട്ട് എത്തിയാലൊന്നും അപകടത്തിലാണെന്ന് മനസ്സിലായപ്പം ഞങ്ങൾ നിൽക്കുന്നതിനടുത്ത് തന്നെ വെന്നി ടൂറിസ്റ്റ് പോകുന്നുണ്ട്. ഞാൻ അവിടെ സാറിനെ കയറാറില്ല. പക്ഷേ അങ്ങോട്ട് കയറുകയല്ലാതെ വേറെ മാർഗ്ഗമില്ലെന്ന് തോന്നി. അതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഒപ്പം ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു. എന്നെ അങ്ങോട്ട് കയറാനായിട്ട് റോഡിൻ്റെ അടുക്കുന്ന് തിരിഞ്ഞു കഴിഞ്ഞത് എങ്ങോട്ടടാ വില്ലെന്താണെന്ന് നീ പോകുന്ന ചോർത്തം വന്ന ഈ പള്ളക്കിങ്ങും കെറിഞ്ഞ് പിടിച്ച് ഒറ്റ വെട്ടവനിട്ട് കൊടുത്തു. നമ്മളേതായാലും രക്ഷയില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിൻ്റെ ധൈര്യമല്ലാതെ 1% പോലും രക്ഷപ്പെടുന്നുള്ള ചാൻസ് ഇല്ലാത്ത ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഈ പാൻറ്റ് സഹിതമാണ് പിടിച്ചത്. ഒരൊറ്റ വെട്ട് കൊടുത്തിട്ട് പാൻറ്റിൻ്റെ പുറക് സഹിതം ഷർട്ടിൻ്റെ ഈ കുത്ത് എല്ലാം വിട്ട് പൊട്ടി അങ്ങ് പോയി. ഇവൻ അങ്ങ് പോയ പോക്ക് പിന്നെ അടുത്തൊന്നും കണ്ടില്ലെന്ന് എനിക്കറിയാം. അവൻ പോയാൽ എത്ര എണ്ണമാണ് പിന്നെ വരാൻ നിൽക്കുന്നത്. വരുന്നവൻ്റെ കൈക്കിട്ട് മുഴുവൻ സിനിമയിൽ കാണുന്ന സ്പീഡ് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന നല്ല സ്ട്രോക്ക് ഒരു സൂക്കേഴ്സ് അത് വെച്ച് ഞാൻ അടിച്ചുകൊണ്ട് ഞാൻ പുറകോട്ട് നീങ്ങി. പുറയിൽ കിടന്നിരുന്ന ഒരു വണ്ടിയെ പോയി തട്ടിയപ്പം ബാലൻസ് തെറ്റിയപ്പം വേറെ കൈ വന്ന് പെട്ടിമുറിയപ്പം ഞാൻ പെട്ടി വിട്ടിട്ട് ഓടി ഫസ്റ്റ് ഫ്ലോറിൽ 2ാമത്തെ മുറി കഥ കടച്ച് ഞാൻ രക്ഷപ്പെട്ടു. അവരോട് പറഞ്ഞു നിങ്ങളെ ഉപദ്രവിക്കാനല്ല, എൻ്റെ ജീവനാപകടം, നിങ്ങൾ തുറക്കരുതെന്ന് പറഞ്ഞു. ഷർട്ടൊക്കെ പൊക്കി കഴിച്ചിട്ട് ഒരു ആയുധവും ഇല്ല. അവരെ വിശ്വസിപ്പിച്ചു. പിന്നെ എൻ്റെ ആളുകളും അവരുടെ ആൾക്കാരും ഒക്കെ അവരുടെ ആൾക്കാർ ആദ്യം വന്നിച്ച് അവർ പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആൾക്കാരും ഒക്കെ വന്നു. എന്തായാലും ഞാൻ പുറത്തിറക്കി. ഞാൻ പറഞ്ഞു എൻ്റെ പെട്ടി അവിടെ കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അന്നേരം ഫ്രണ്ടിലിരുന്ന 3 അഡീഷണൽ എസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, മുറി എടുത്ത് താമസിക്കുക. അങ്ങനെ പറഞ്ഞു അവർ പെട്ടി താഴെ ഇട്ടിട്ട് വേണ്ടേ, അത് വണ്ടിയിലിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഉടനെ സ്റ്റേഷനിൽ വിവരം റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. വിളിച്ചു പറഞ്ഞു. സ്റ്റേഷനിൽ വിളിച്ച് 11 മണിയായിട്ട് ഇവർ വരുന്നില്ല. അപ്പോൾ അങ്ങനെ പോയി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, ഞങ്ങൾ പറയണമെന്ന് പറഞ്ഞു. എൻ്റെ ആൾക്കാരെ ഇവിടെ കൂടി ഒരു വണ്ടി വിളിച്ചു കൊണ്ട് നിർത്തി, വണ്ടിയിലേക്ക് കയറിയാൽ മതി, ഞങ്ങളല്ലേ ഉള്ളത്, ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ ചെന്നപ്പം കഥയൊക്കെ അടച്ചിട്ടിരിക്കുക മൂട്ടി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച അതിനകത്ത് നടക്കുക, പെട്ടിയും സാധനമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എസ് ഐ ക്വാർട്ടേഴ്സിലെ SIയോട് പോയി പറയണമെന്ന് പറഞ്ഞു. പറയാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നിട്ട് 200 ഏക്കറിൽ പോയി ഒരു സ്ഥലത്ത് ഇറങ്ങി. അവിടെ ഒരു പാക്കട്ടിയുണ്ട്. അപ്പോൾ എൻ്റെ പാക്കൊക്കെ മേടിക്കുന്ന സ്ഥലം 10-25 പേര് എപ്പോഴും അവിടെ ജോലിക്കാരുള്ളതാണ്. അവിടെ ഒന്നും സാധാരണ ഒരു പരിപാടി നടക്കില്ല. എനിക്ക് തോന്നി ഈ രാത്രിയിൽ ഇവരെന്നെ പൊക്കാൻ സാധ്യതയുണ്ട്, ഞാൻ കുടുങ്ങും എന്ന് തോന്നി. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് വണ്ടിയിലുണ്ടായിരുന്ന എൻ്റെ സ്നേഹിതന്മാരോടൊക്കെ പറഞ്ഞു പൊക്കോ, ഞാൻ പോയെന്ന് പറഞ്ഞു, എങ്ങോട്ടാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ 12 മണി ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു വക്കീൽ, ഒരു ചാണ്ടി സാർ നാട്ടിൽ നിന്ന് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ ചെന്ന് കയറി ഒരു പെറ്റീഷൻ എഴുതി. പാക്കട്ടിയുടെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു, പാപ്പ ജോർജ് എന്ന് പറഞ്ഞ്. അദ്ദേഹത്തെയും കൂട്ടി ഒരു ടാക്സി വിളിച്ച് SP കൊണ്ട് ഒരു പരാതി കൊടുത്തു. തിരിച്ച് ഞാൻ പിന്നെ SPയുടെ നിർദ്ദേശപ്രകാരം ഞാൻ പോവില്ലെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ അടിമാലി വന്ന് സ്റ്റേഷനിൽ ഒരു മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ അത് കൊടുത്തിട്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് എവിടെയാണ് സുരക്ഷിതമായ സ്ഥലത്ത് നിങ്ങൾ നോക്കുമോ, അതുവരെ എനിക്ക് ഉത്തരവാദിത്തം പോകാൻ പറഞ്ഞ് പോയി. പിറ്റേ ദിവസം മൊഴി കൊടുത്തു. ഞാൻ തിരുവനന്തപുരത്ത് എത്തി വീണ്ടും. അപ്പോൾ ജോൺ പണക്കാട്ടച്ചൻ എന്നെ ഒരു മധ്യസ്ഥതയ്ക്ക് വിളിച്ചു, ഇവരെ ആവശ്യപ്പെട്ടിട്ട്.
അങ്ങനെ എൻ്റെ ആൾക്കാരും ഉണ്ടെങ്കിൽ പോരാൻ പറഞ്ഞു. നിങ്ങൾ ആൾക്കാരൊക്കെ വെച്ചു, അവരുടെ ആൾക്കാരും വരട്ടെ, നമുക്ക് ആ പ്രശ്നം സംസാരിച്ച് തീർക്കാൻ അവരാഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ച്, ഇടുക്കി ജില്ലയിലെ ഞാൻ വരില്ല, കോതമംഗലം പിന്നെ എറണാകുളം ജില്ലയിലാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ സൗകര്യാർത്ഥം കോതമംഗലം ജില്ലയിൽ വെച്ച് പിന്നെ എറണാകുളം ജില്ലയിൽ വെച്ച് അച്ഛൻ്റെ ഒരു സ്ഥാപനത്തിൽ തന്നെ വെച്ച് മധ്യസ്ഥ തീരുമാനിച്ചു. ഒരു മുൻ മന്ത്രി സഹിതം മധ്യസ്ഥയുണ്ടായി. ആ പണം എനിക്ക് തിരിച്ചു തരാൻ തീരുമാനിച്ചു. അതിന് ചുരുക്കി പറഞ്ഞാൽ പ്രായത്തിൽ കുറവുണ്ടായിരുന്ന, ഇവരൊക്കെ പ്രായമുള്ള അച്ഛന്മാരാണ്, അതുകൊണ്ട് പ്രായത്തിൽ കുറവുള്ളൊരു അച്ഛനാണ് 3-ാം സ്ഥാനത്ത് ആ കാശേറ്റത്. 15 ദിവസത്തേക്ക് തരാമെന്ന് പറഞ്ഞു. ആരാ പണം തന്നില്ല, ആ വസ്തുവും തന്നില്ല. ആ പണവും തരികയില്ല, വസ്തുവും തന്നില്ല. അപ്പോൾ CMIക്കാർ പ്രശ്നം തീർന്ന വസ്തു എടുക്കും, കാശ് കിട്ടുമോ? CMIക്കാർ വേണ്ടാന്ന് വെച്ചു, സ്കൂളിന് വേണ്ടിയിട്ടാണ് വേണ്ടാന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു മധ്യസ്ഥനായ അച്ഛനോട്, വിറ്റാ കാശ് കിട്ടും, പുറത്താർക്കെങ്കിലും വിൽക്കണം, വിറ്റാ കിട്ടുമോ? കിട്ടും, അച്ഛനാ വസ്തു അങ്ങ് മേടിച്ചോളാം ഞാൻ പറഞ്ഞു. മധ്യസ്ഥനുള്ളേക്ക് ബാക്കി രൂപ കൊടുത്ത് അച്ഛൻ്റെ വസ്തു ഈ കാശ് അഡ്വാൻസ് എഴുതിക്കൂ. അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം പറഞ്ഞു, എന്നാൽ അച്ഛൻ വേണമെങ്കിലും എടുത്തോന്ന് ഇവരങ്ങ് പറയൂന്ന് ഞാൻ പറഞ്ഞു. അതിനെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് അച്ഛൻ വെച്ചു. അച്ഛനെ ഇഷ്ടമുള്ള അവധി വെച്ചോളാൻ പറഞ്ഞു. ബാക്കി രൂപ ഞാൻ തന്നില്ലെങ്കിൽ അഡ്വാൻസ് ക്യാൻസൽ എന്ന് എഴുതിക്കോ, എൻ്റെ വിലയിനത്തിലാണ്, ക്യാൻസൽ എന്ന് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് അച്ഛനുമായിട്ട് അവർ വെച്ചു. എന്നിട്ടും എനിക്ക് ആ വസ്തു തന്നില്ല, ആ പണവും തന്നില്ല. ഈ അച്ഛനെ അവർ സ്വാധീനിച്ചു. ആ പറയുന്ന കാര്യത്തിൻ്റെ എല്ലാ എഗ്രിമെൻ്റ് എൻ്റെ കോപ്പി ഇതിനകത്തുണ്ട്. രൊക്കം പറ്റി ബോധ്യപ്പെട്ടതാണ് അവരുടെ വക്കീൽ തന്ന മറുപടി നോട്ടീസുണ്ട്. അച്ഛൻ രണ്ടാമത് എഗ്രിമെൻ്റ് വെച്ച്, അച്ഛൻ്റെ പേർക്ക് എഗ്രിമെൻ്റ് വെച്ച് എഗ്രിമെൻ്റ് ഉണ്ട്, എനിക്ക് വസ്തു ഒന്നില്ല. അപ്പം ഞാൻ ഈ അച്ഛനോട് ആ അവധിയായപ്പോൾ ചെന്നിട്ട് പറഞ്ഞു, വസ്തു എനിക്ക് ആധാരം ചെയ്ത് തരാൻ പറഞ്ഞു, കാശ് ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേ അങ്ങ് ഒഴിവായി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏറ്റ കാശിങ് തരാൻ പറഞ്ഞു. അതെനിക്ക് പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളി വെച്ച് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, അച്ഛനെ അകപ്പിയാരൊന്നും ഞാൻ നോക്കത്തില്ല, മര്യാദയ്ക്ക് എൻ്റെ പ്രസിഡന്റ് കാശ് 1-2 രൂപയുടെ ഇടപാടില്ല, എൻ്റെ പൈസ അതില്ലെങ്കിലുണ്ടല്ലോ, അല്ലെ വസ്തു അതിലുണ്ടോ, ഞാൻ കൂട്ടിക്കയറ്റി ഇതിന് സമാനം പ്രയോഗിക്കും എന്ന അച്ഛനോട് വളരെ ശക്തമായിട്ട് വെല്ലുവിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വാക്കിൽ വല്ലാത്ത ഒരു പള്ളി വികാരിയല്ലേ, അദ്ദേഹത്തെ സൺഡേ സ്കൂൾ അധ്യാപകർ കൈക്കാരന്മാരൊക്കെ നിൽക്കുമ്പോഴാണ് ഞാനന്ന് ബുള്ളറ്റ് മോട്ടോർ സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ട്, എൻ്റെ അനിയനോടെ കൂടെ ഉണ്ടായിരുന്നു, നീ വരുന്നുണ്ടോടാന്ന് ചോദിച്ചു. ഞങ്ങളെല്ലാം വലിയ സുഹൃത്തുക്കളായി അച്ഛനൊക്കെ. അവൻ വന്നില്ല. ഞാൻ ഒരൊറ്റ പോക്ക അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തങ്ങ് പോയി കൂട്ടിക്കയറ്റി സമാധാനം പറയിപ്പിക്കുമെന്നും പറഞ്ഞാൽ പോകുന്നത്. വെല്ലുവിളി നടത്തി. ഞാനിഞ്ഞ് പോന്നു കഴിഞ്ഞതിന് ശേഷം വേറെ ഒരാൾ ലക്ഷ്മി തോട്ടോളെ പിരിഞ്ഞപ്പോൾ 30,000 രൂപ കൊടുക്കണ്ടേ. അപ്പോൾ ഈ അച്ഛൻ ഈ കാശ് ഏറ്റപ്പോൾ അച്ഛനോട് 30,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് പുള്ളി ലെറ്റർ എഴുതി. ഞാൻ ആ കാശ് കൊടുത്തേക്കാൻ പറഞ്ഞു. അദ്ദേഹം എരുമേലിക്കാരനാണ്, അറക്കപ്പിതാവിൻ്റെ ചിറ്റപ്പനാണ്. അങ്ങാര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അരമന കോടതിയിൽ കേസ് കൊടുക്കാം, പിതാവ് ആ പ്രശ്നം പരിഹരിച്ചു തരും, കോടതിയിലൊന്നും പോകണ്ട. അച്ഛന്മാർക്കെതിരായിട്ട് കോടതിയിൽ കേസ് കൊടുക്കണമെങ്കിൽ പിന്നെ ഇവരുടെ അരമനയുടെ ഓർഡർ വേണം, ഇല്ലേ മകരം ചൊല്ലും ആ കാലത്ത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഉടനെ അരമന കോടതി കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിതാവ് വരട്ടെന്ന് പറഞ്ഞോട് വെച്ച് നീട്ടി. പിതാവ് വിദേശത്തു നിന്നൊക്കെ വന്ന് കഴിഞ്ഞപ്പം പിതാവ് വന്നു കഴിഞ്ഞപ്പം പിതാവുമായിട്ട് കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം പിതാവ് പറയുക, ഞാൻ വിളിച്ചിട്ട് ഈ അച്ഛന്മാരൊന്നും വരുന്നില്ല, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ ഈ ലക്ഷങ്ങളുടെ ഇടപാടുകളൊക്കെ അച്ഛന്മാരുമായിട്ട് ചെയ്തത്? അച്ഛൻ വരാതെ ഞാൻ എന്നാ ചെയ്യാനാ? ഞാൻ ചോദിച്ചു, ഇതാണോ പിതാവേ നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്ന് ഞാൻ ചോദിച്ചു. ഒരു പ്രശ്നമുണ്ടായി, ഒരു പരാതി കിട്ടിയാൽ അത് വിളിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ആ പ്രശ്നത്തിലുള്ള ആളുകളെ രമ്യപ്പെടുത്തി ആ പ്രശ്നം പരിഹരിച്ചു വിടുന്നതിന് പകരം പിതാവ് എന്തായി പറഞ്ഞോന്ന് ഞാൻ ചോദിച്ചു. പിതാവ് വിളിച്ചിട്ട് അച്ഛൻ വരുന്നില്ലെന്നോ? ഞാനാണ് ഈ രൂപതയുടെ ബിഷപ്പെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തും, വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ആ രൂപതയ്ക്കകത്ത് ആ അച്ഛൻ കുർബാനയില്ലെന്ന് പറഞ്ഞു. പിതാവ് എന്തായി പറഞ്ഞോന്ന് ഞാൻ ചോദിച്ചു. അന്നത്തെ കാലത്ത് പിതാക്കന്മാരോട് അങ്ങനെയൊന്നും ആരും പറയില്ല. പിതാക്കന്മാർ പറയുന്ന കേൾക്കുകയുള്ളൂ. മുള്ളയിൽ നിന്ന് മുട്ടുകുത്തി മോതിരം മുത്താൻ പറ്റിയ പുണ്യം കിട്ടുന്ന കാലമാണെന്ന് വിചാരിക്കുന്ന കാലത്താണ് ഞാൻ പിതാവിനോട് തിരിച്ചങ്ങനെ പറഞ്ഞത്. പിതാവിൻ്റെ മുഖം വല്ലാതെയായി. എന്താ പിതാവേ മറുപടി ഇല്ലാത്തതെന്ന് ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചും പിതാവ് വളരെ കോപിഷ്ഠൻ, മുഖം വല്ലാതെയായി. പിതാവ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സ്ഥലം വിട്ടു. പിന്നെ ഞാനും വർക്കിച്ചേട്ടനും
രണ്ടുപേര് ഞങ്ങളിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, ഇങ്ങനെന്തിനായിരിക്കുന്നത്? വർക്കിച്ചേട്ടൻ്റെ നിർബന്ധമല്ലായിരുന്നോ ഇവിടെ ഇപ്പോൾ ഇതെല്ലാം ശരിയാവുമെന്ന്? നമുക്ക് പോകാൻ പാടില്ല, ഇനി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഞങ്ങൾ വിറ്റത്തോന്ന് പറഞ്ഞു, നമുക്ക് ഇവിടെ വെച്ച് വരും, ഞാനിതെല്ലാം ഇവിടെ വെച്ച് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. ചിലപ്പം അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ വെച്ച് പിരിഞ്ഞെങ്കിലും എൻ്റെ വാശി കേസ് കൊടുക്കണം. കേസ് കൊടുത്തത് മേടിച്ചിട്ടുള്ളൂ, ഈ വസ്തു മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ കേസ് കൊടുക്കാൻ തീരുമാനിച്ച് ഞാനൊരു ദിവസം തൃശ്ശൂർ പോകണം, പൈസ എടുക്കണമെങ്കിൽ കമ്പനിയിൽ, ചിട്ടിക്കമ്പനിയിൽ പണം ഉണ്ടാക്കിയിട്ടിരിക്കുന്ന അവിടെയാണ്. 50,000 രൂപ വേണം അന്നത്തെ കാലത്ത് അതിന് കേസ് കൊടുക്കണമെങ്കിൽ. 50,000 രൂപ എടുത്ത് കെട്ടി കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ തൃശ്ശൂരെത്തി. വളരെ ഭക്തനായിരുന്നതുകൊണ്ട് തൃശ്ശൂരുള്ള വലിയ മാതാവിൻ്റെ പള്ളിയിൽ കയറി. ഞാൻ 9 മണിക്ക് പ്രാർത്ഥിക്കാൻ കയറി. അനിയനെ പറഞ്ഞു ഓഫീസിൽ വിട്ടു, എല്ലാ പണം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പോയി സംസാരിച്ച് റെഡിയാക്കി വെച്ചോളാൻ പറഞ്ഞു. ഞാൻ 1 മണിക്കൂറെങ്കിലും വേണം പതിവനുസരിച്ച് എനിക്കവിടെ പ്രാർത്ഥിക്കണമെങ്കിൽ. മാതാവിനെ ആദ്യം തുടങ്ങിയാൽ പിന്നെ ചുറ്റിലും നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ എല്ലാം മുമ്പിൽ വിശുദ്ധന്മാരെല്ലാം എൻ്റെ സ്വന്തം ആൾക്കാരാണ്. അവരെ എല്ലാവരെയും ഒന്ന് പ്രീതിപ്പെടുത്തി ഇറങ്ങി വരാൻ മിനിമം 1 മണിക്കൂറിൽ കൂടുതൽ എൻ്റെ സമയം. അന്നത്തെ എൻ്റെ ഈ പ്രതിസന്ധിയിൽ, ഈ ഏറ്റുമുട്ടലും എന്നെ ഭൂമിയിൽ ജീവനോടെ വെച്ചിരിക്കില്ല എന്നൊരു വധഭീഷണി എനിക്കുണ്ടെന്നവരുടെ. അതുകൊണ്ട് ഞാൻ ആകെ പതറിയാണ് നിൽക്കുന്നത്. എനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് അങ്ങനെ ആരും അവിടെ അന്നേരം ഇല്ല. പണ്ടൊക്കെ ഞാൻ വിളിച്ചാൽ എൻ്റെ പുറകെ നിൽക്കാൻ ഇഷ്ടം പോലെ ആളാണ് ഞാൻ പറയുന്നതിന് തുള്ളൽ. പക്ഷേ ഈ സാഹചര്യം നേരെ തിരിഞ്ഞുകൂടിയായിരുന്നു. ഞാനും വിറച്ചാ നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരാകാശങ്ങളിൽ നിന്ന് ഒരു മറിഞ്ഞൂരൊക്കെ ചൊല്ലി കാഴ്ചവെക്കാനുള്ള മാനസികാവസ്ഥയിൽ നിൽക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഞാൻ അളമുട്ടിയെന്ന് പറഞ്ഞതുപോലെ ആ പള്ളിയുടെ നടുക്കേക്ക് ഞാൻ അന്ന് കയറി. ആ സെൻറ്ററിൽ കയറി മുട്ടങ്ങ് കുത്തി കമന്നങ്ങ് വീണു. എൻ്റെ കർത്താവേ എന്ന് വിളിച്ചൊരു നിലവിളി ഞാൻ ദൈവത്തോട് വിളിച്ചു. മാതാവിനെയും പുണ്യാളന്മാരെയും ഒന്നും വിളിക്കാനുള്ള ബുദ്ധി എനിക്ക് അന്നില്ലാതെ പോയി. ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചു. എനിക്കറിയില്ല കർത്താവേ എന്താ ചെയ്യേണ്ടത്, എനിക്കറിയില്ല. ഞാൻ വല്ലാതെ പൊളയുന്നു. കേസ് എനിക്കറിയത്തില്ല. നീ പറ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈ സാഹചര്യത്തിൽ? നീ എന്നോടൊന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനോട് നിലവിളിച്ചു. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം കർത്താവേ. ഈ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം എന്നോട് പറഞ്ഞു, നിൻ്റെ പെട്ടി തുറക്കാൻ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ പെട്ടി തുറന്നു. പെട്ടിക്കകത്ത് ആ കള്ളിയിലേക്ക് ഞാൻ കൈയിട്ടു. നിൻ്റെ പെട്ടിക്കകത്ത് എൻ്റെ വചനമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടിയുടെ കള്ളിയിൽ കൈയിട്ടപ്പം ഒരു ചെറിയ പുതിയ നിയമം അതിനകത്ത് കിടക്കുന്നു. എടുത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ അനിയൻ അന്നത്തെ 81-82 യൂണിവേഴ്സിറ്റി വൈസ് ചെയർമാനായിരുന്നു. ഈ ബി.എഡിന് പഠിച്ചപ്പം 4ാം ചിറ. അവൻ്റെ കോളേജിലൊരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യനുണ്ടായിരുന്നു, സോവിതരാജ് എന്ന് പറയും. അവരുടെ കോളേജിലുള്ള കഴിയുന്നത്ര പിള്ളേർക്ക് ഈ ലഘുലേഖകൾക്ക് രക്ഷയുടെ സുവിശേഷം അറിയിക്കുകയും അവൻ പുതിയ നിയമം മാക്സിമം അവൻ്റെ സുഹൃത്തുക്കളെല്ലാം അവൻ കൊണ്ടേ കൊടുത്തു. ആ കൂടെ എൻ്റെ അനിയനും കൊടുത്തു വരണം. അവൻ കോളേജിൽ വന്നപ്പോൾ അവൻ്റെ റൂമിൽ ഞാനുണ്ടായിരുന്നു. അവന് അവൻ്റെ കയ്യിലിരുന്ന പുസ്തകം ഇത് വേണേ അപ്പച്ചൻ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നേരെ നീട്ടി ഇങ്ങോട്ട് കയറിയപ്പോൾ ഞാനത് മേടിച്ച് എൻ്റെ ആ സൂക്കേഴ്സിനകത്തേക്ക് ഇട്ടു. അങ്ങനെയാണ് ഈ സുവിശേഷം എൻ്റെ പെട്ടിക്കകത്തുണ്ടാകാൻ കാരണം. അതെന്നെ കൊണ്ട് ഇടിപ്പിച്ചു തുറക്കാൻ പറഞ്ഞു. തുറന്നു. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം എനിക്ക് കിട്ടി. ഞാൻ തപ്പിപ്പിടിച്ച് കയ്യപ്പാവ് പറയുന്നു, ജനത്തിന് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണെന്നുള്ളത് വായിച്ച് മനസ്സിലാക്കി. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചതുപോലെ നിൻ്റെ ഈ വിഷയത്തിൽ നീ മരിക്കാൻ പറഞ്ഞു. നീ കേസിന് പോകണ്ട, നീ എന്നെപ്പോലെ ക്രൂശിക്കപ്പെടുമ്പോൾ മരിക്കാൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു. അരമനെ ചെന്നിട്ട് നീതി കിട്ടിയില്ല. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ദൈവത്തോട് സഹായം ചോദിച്ചിട്ട് ദൈവവും എനിക്ക് പ്രതികൂലമാണോ എന്ന് ഒരു ചിന്ത എന്നിലേക്ക് കൊണ്ടുവന്നു. ഒരു സംഘർഷം, എനിക്ക് ദൈവത്തോടൊരു വെറുപ്പ്. ഈ വെറുപ്പ് വന്ന അതേ സമയം തന്നെ വേറൊരു ചിന്ത എന്നെ പിന്നെ ഭരിച്ചു. നീ മനുഷ്യരോട് വാക്ക് പാലിക്കാൻ ആണോന്ന് നിനക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു.
ഇല്ലെങ്കിൽ നീ ജില്ലക്കകത്ത് കാല് കൂത്തില്ലെന്ന് തീരുമാനം എടുക്കുന്നവനാ. നീ ദൈവത്തോട് വാക്ക് പറഞ്ഞിട്ട് നീ പറ ഞാൻ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദൈവം ഇന്ന പോലെ ചെയ്യാൻ പറഞ്ഞപ്പോൾ നീ വാക്ക് മാറുന്നു എന്ന് എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ പൊട്ടനെ പോലെ എൻ്റെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തിയതുകൊണ്ട് ദൈവം പറയുന്നത് ചെയ്യാൻ പിന്മാറാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ അനിയൻ വന്നു, കമ്പനിയിലെ കാര്യം പൈസ എടുക്കാൻ റെഡിയാക്കി എന്ന് പറഞ്ഞു. ഞാൻ പറയും കമ്പനിയിലേക്ക് വരുന്നില്ല, മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. എന്താ കേസ് കൊടുക്കുന്നില്ല? ഞാൻ കേസ് ആ പരിപാടിയൊക്കെ വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞു. എന്നോട് തിരിച്ചു പറയാൻ ഇവർക്കാർക്കും അധികാരമില്ലാത്തതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോകുന്നു. ഞാൻ മടങ്ങിപ്പോകുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം എൻ്റെ കയ്യിലൊരു ചൊറിച്ചിൽ ആരംഭിച്ചു. അത് ചൊറിഞ്ഞ് കൈയും കഴുത്തും കാലുമായി. വിയോവിനെ പോലെ ഏതാണ്ട് ഒരു 3-4 മാസം കൊണ്ട് ഞാനൊരു കുഷ്ഠരോഗിയെ പോലെയായി. അതുമാത്രമല്ല ഭക്ഷണം വസ്ത്രമല്ല എനിക്ക് അലർജിയായി. ചികിത്സിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പറ്റുന്നിടത്തോളം ചികിത്സിച്ച് നോക്കി, ഒരു രക്ഷയുമില്ല. 19 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരാളായിരുന്ന ഞാൻ വെറും അസ്ഥി കൂടമായിട്ട് പകുതി വെയിറ്റിലേക്ക് വന്നു. കോലം കെട്ട മനുഷ്യനായിട്ട് മാറിയത് മാത്രമല്ല, ആ കാലഘട്ടങ്ങളിൽ ആ നാട്ടുകാരും ഞങ്ങളുടെ പള്ളിക്കാരും ഒക്കെ പറഞ്ഞുണ്ടാക്കി അവൻ ആ പിതാവിനോട് തറന്നത് പറഞ്ഞ അവന് കിട്ടിയത് കണ്ടില്ലേ, അവൻ അനുഭവിക്കുന്നത് കണ്ടില്ലേ, അവൻ്റെ ഭാവി തീർന്നു, അവന് വല്ല കാര്യമുണ്ടായിരുന്നു. പിതാവിൻ്റെ ശാപം മേടിച്ചെടുത്തു. ഈ രോഗത്തെക്കായി കൂടുതൽ വേദന അതായിരുന്നു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് എത്തി. ആർ സുന്ദരേശ്വരൻ നായർ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ അളിയൻ അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിൽ പഠിച്ച് വിദഗ്ധനായ ഒരു ഡോക്ടറായിട്ട് ബിരുദം നേടി വന്ന കാലഘട്ടം സമയമായിരുന്നു. മന്ത്രിയുടെ വീട്ടിൽ കവടിയാറിൽ എനിക്ക് താമസിക്കാം. ഞങ്ങൾ തമ്മിൽ അത്ര ഉറ്റ ബന്ധമുള്ളവരാണ്. എൻ്റെ ഗുഷ്ടവും ഈ ഗതികേടും ഒന്നും അവർക്ക് ഞങ്ങൾ സ്നേഹബന്ധത്തിന് അകലമില്ലായിരുന്നു. എന്നെ അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ എന്നെ അവർ സ്നേഹിക്കുന്നു, എന്നെ ഉൾക്കൊണ്ടു. ഡോക്ടർ പരിതശ്ചന്ദ്രനാണ് അടിയൻ്റെ പേര്. അദ്ദേഹം വന്ന് എല്ലാ ദിവസവും നോക്കും. 2 ദിവസത്തിൽ ഒരിക്കലും എന്തായാലും എന്നെ കണ്ടിരിക്കും. 2 ദിവസത്തിൽ കൂടുതൽ ഒരു മെഡിസിൻ അങ്ങനെ എഴുതിയാൽ എനിക്ക് ശരിയാകത്തില്ല, നിൽക്കത്തില്ല. അത് 2ാമത്തെ ദിവസം ഭയങ്കര അലർജിയാവും. പിന്നെ മെഡിസിൻ മാറ്റി എഴുതും. എന്തായാലും എനിക്കൊരു ഗുണവും കിട്ടിയില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിലാണ് ഞാൻ കതർ വസ്ത്രം ഉപയോഗിക്കാൻ തുടങ്ങിയത്. കതർ വസ്ത്രം ഉപയോഗിച്ച് AC റൂമുണ്ടാക്കി അതിനകത്ത് ഇരുത്ത് അല്പം ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ പുള്ളി അവസാനം എന്നെ ഉപേക്ഷിക്കുക. അത് പറ്റുമെങ്കിൽ ക്ലാസ്സിന് തന്നെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. പക്ഷേ പൊടി എല്ലാവർക്കും അലർജിയാണ്. ഈ കുഷ്ഠം ചൊറിഞ്ഞു പൊട്ടി വികൃതമായതല്ല, എനിക്ക് ശ്വാസം കിട്ടത്തില്ല. ശ്വാസം കിട്ടാത്ത മരണവെപ്രാളം ഞാൻ എടുക്കും. അപ്പോൾ എനിക്ക് നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റില്ല. ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ അഡ്മിറ്റായിരിക്കുമ്പം എൻ്റെ അടുത്ത ബെഡിലെ ആളുകളെ കൊണ്ടുവന്ന് ശ്വാസം മുട്ടി മരിച്ചു വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ 10 ഇരട്ടി പ്രകടനം ശ്വാസം കിട്ടാതെ ഞാൻ കിടന്ന് മരണപ്രാളം എടുത്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എന്നെ ഉപേക്ഷിച്ചപ്പം എൻ്റെ എരുമേലിലുള്ള ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് ഞാൻ വിവരം പറഞ്ഞു, അപ്പച്ചൻ എങ്ങനെയെങ്കിലും എരുമേലി വരെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കോട്ടയത്ത് ഒരു ഒറ്റമൂലി മരുന്ന് കൊടുക്കുന്ന ഒരാളിനെ എനിക്കറിയാം, നമുക്കതൊന്ന് മേടിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കിയാലോ. ഞാൻ എരുമേലി വന്നു. എരുമേലി വന്ന് 84 ജനുവരി മാസം അവസാനം ഞാൻ എരുമേലി വന്ന് ഞങ്ങൾ രണ്ടുപേരും കോട്ടയത്ത് പോയി ആ മരുന്ന് മേടിച്ച് മണർകാട് പള്ളിയിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും നല്ല മരിയൻ ഭക്തിക്കാരാണ്. ഞങ്ങളുടെ മാതാവോടെ ഞങ്ങളുടെ ദൈവം. ഞങ്ങൾ മണർകാട് പള്ളിയിൽ വന്ന് തിരിയൊക്കെ കത്തിച്ച് വളരെ ഭക്തിയോടെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയി എന്ന് വേണേൽ പറയാവുന്ന മട്ടിൽ വീട്ടിൽ പോയി. ഞാൻ മരുന്ന് മേടിച്ചെങ്കിൽ വിടുകയല്ല, അവരുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നത്. അവരുടെ വീട്ടിൽ കൊണ്ടുപോയി 8 ദിവസം മരുന്ന് തന്ന് അവരെന്നെ ശുശ്രൂഷിച്ചു. മരുന്ന് കഴിക്കാൻ തുടങ്ങി. എൻ്റെ അസുഖം കൂടി തുടങ്ങി. ഫാനിൻ്റെ പോലെ ഒരു ഉക്കിൽ ഒരു കയറ് കെട്ടിയിട്ട് തന്നവരെനിക്ക് അവസാനം. ഈ ശ്വാസം കിട്ടാത്തത് കൊണ്ട് എനിക്ക് നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റില്ല. ഞാൻ നിന്ന് പൊളയും. ചൊറിച്ചിലല്ല എന്നെക്കാളും വലിയ വിഷയം ചുമ, കുത്തിയുള്ള ചുമ. അയൽവക്കക്കാർക്ക് കൂടെ കിടക്കാൻ പറ്റില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഈ 8 ദിവസവും ഉറക്കാതെ മറ്റുള്ളവരെ ഞാൻ അവിടെ മരണത്തോട് മല്ലിട്ടു. അവരും എന്നെ പെട്ടിക്കകത്ത് കൊടുത്തു വിടണമെന്ന് ചിന്തിച്ചു കാണും. ഞാൻ അങ്ങനെ ചിന്തിച്ചു. അവർക്ക് ശല്യമായാലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും അവരോട് ഞാൻ എന്തോ ഇങ്ങനെ പറഞ്ഞപ്പം
അവർ പറഞ്ഞൊരു വാക്കുണ്ട്. അന്നത്തെ മനുഷ്യ സ്നേഹത്തെ പറ്റിയും കൂടെ ഞാൻ പറയുന്നു. ഏത് പാരമ്പര്യമാകട്ടെ, അപ്പച്ചൻ ഞങ്ങൾക്ക് അന്യനല്ല. അപ്പച്ചൻ അങ്ങനെയൊന്നും പറയരുത്, ഞങ്ങൾക്കിതൊരു ബുദ്ധിമുട്ടല്ല, ഞങ്ങളിൽ ആർക്കെങ്കിലും വന്നാൽ ഞങ്ങളിത് അനുഭവിക്കണ്ടായി, അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് അവരെന്നെ ആശ്വസിപ്പിച്ചു. അവർ നന്നായിട്ട് ഈ 8 ദിവസവും നോക്കി. 8 ദിവസം ആ മരുന്ന് കഴിഞ്ഞപ്പോൾ എന്നെ പോകാൻ അനുവദിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ അനുവാദം മേടിച്ച് ഞാൻ അവിടെ നിന്ന് കൂത്താട്ടുകുളത്ത് അതുപോലെ ഒരു വീടുണ്ടായിരുന്നു, ഞാൻ അവിടെ വന്നു. ആ വീട്ടിൻ്റെ അടുത്തൊരു കുളമുണ്ട്. വേനലിൽ വെയിലത്ത് ആ കുളത്തിൽ പോയി കിടന്നാൽ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ പോയി കയറി അവിടെയും 8 ദിവസം അവിടെ നനങ്ങാൻ മേലാതെ അവിടെയും കിടന്നു. അവിടെയും ഉറക്കമില്ല. ഈ കയറ് തന്നെ അവിടെയും ഞാൻ ഒരെണ്ണം കെട്ടിയിടിപ്പിച്ചു അവരെ കൊണ്ട്, ഉക്കില്ല. അങ്ങനെ അതേ തൂങ്ങി നിന്നും കിടന്നു ഇരുന്നും ഒക്കെ ആയിട്ട് മരണവെപ്രാളപ്പെട്ട് ഞാൻ അങ്ങനെ ജനുവരി 1 തീയതി മുതൽ ഫെബ്രുവരി 1 തീയതി മുതൽ 84-ൽ 16 ദിവസം മരണത്തോട് 2 വീട്ടിലായിട്ട് മല്ലിട്ടു. ഈ മല്ലിടുന്ന സമയങ്ങളിൽ ഞാൻ മോറിസ് സോർലയുടെ 77-ൽ എറണാകുളത്ത് നടന്ന വണ്ടിമറിഞ്ഞ് എന്ന കൺവെൻഷൻ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞത് പതുക്കെ തിരിച്ചൊന്ന് ചിന്തിക്കാൻ തുടങ്ങി. കത്തോലിക്ക സഭ എന്ന് ബിഷപ്പിൻ്റെ ശാപം കിട്ടിയെന്ന് പറഞ്ഞ് നീതി കിട്ടാതെ പുറപ്പെട്ടപ്പം കത്തോലിക്ക സഭ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ചിലതൊക്കെ മനസ്സിലാക്കിയപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്യുന്ന പണി ദൈവത്തിന് വിരോധമുള്ളതായിരുന്നു. ദൈവത്തിന് 10 പ്രമാണങ്ങളിൽ ഏറ്റവും വെറുപ്പുള്ള പ്രമാണമാണ് വിഗ്രഹം ഉണ്ടാക്കുന്നതും വണങ്ങുന്നതും അതിനെ ആരാധിക്കുന്നതും. ആ പണിക്ക് ഞാൻ പോയപ്പോഴാണ് ദൈവം എന്നെ 2 പ്രാവശ്യം തടഞ്ഞ് ദൈവസന്നദ്ധിയിൽ ദൈവവചനം കേൾപ്പിച്ച് രക്ഷയുടെ മാർഗം എനിക്ക് മനസ്സിലാക്കി തന്നത് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ദൈവവചനത്തിനകത്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നും ദൈവത്തിന് ഏത് രോഗിയെ സൗഖ്യമാക്കാൻ പറ്റുമെന്നും ഏത് പ്രതിസന്ധികളെയും സമതലമാക്കാൻ പറ്റുമെന്നും ഒക്കെ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഈ കഷ്ടതയുടെ നടുവിൽ എനിക്ക് ഇടയായി. അതുകൊണ്ട് പതുക്കെ ഞാൻ തിരിച്ച് ചിന്തിച്ചു തുടങ്ങി ഈ കൂത്താട്ടുകുളത്തിലെ വീട്ടിൽ വെച്ച്. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം മനോരമയിലൊരു ചെറിയ പരസ്യം കണ്ടു. കരിസ്മാറ്റിക് ബൈബിൾ കൺവെൻഷൻ അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും കൂത്താട്ടുകുളം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ. അന്നേരം എനിക്ക് മോറിസ് സോർലയുടെ പരസ്യം ഫുൾ പേജായിരുന്നു. ഇതൊരു കൊച്ചു പരസ്യമായിരുന്നു. എനിക്ക് ചിന്ത മോറിസ് സോർലയുടെ ക്രൂസൈഡിൻ്റെയും സുവിശേഷീകരണത്തിൻ്റെയും ചിന്തയിലേക്ക് എൻ്റെ ചിന്ത മാറി. ഞാൻ പതുക്കെ ചിന്തിച്ചു തുടങ്ങി. ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. കുമ്പസാരം കൊണ്ടൊന്നും പാപം മോചിക്കില്ല എന്ന് എനിക്ക് എൻ്റെ ബുദ്ധി ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ ദൈവവചനത്തിൻ്റെ പ്രമാണം അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, 9-10 പഠിപ്പിക്കുന്നത് ഒറ്റ പ്രമാണമാണെന്ന് എനിക്ക് മനസ്സിലായി. 2ാം പ്രമാണം പൊക്കം പെട്ടെന്നും ഞാൻ പഠിച്ചു, വിഗ്രഹം ഉണ്ടാക്കരുതെന്ന്. അതെടുത്ത് കളഞ്ഞിട്ടാണ് കത്തോലിക്ക സഭ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കളെ മോഹിക്കരുത് 2ആക്കി. ഒരു പ്രമാണം വെട്ടി 2ആക്കി. എന്നിട്ട് പകുത്ത് തികച്ചു. മോശയ്ക്ക് 10 പ്രമാണം കൊടുത്തെന്ന് ഭൂലോകം മുഴുവൻ അറിയാമല്ലോ. അതാ ഞാൻ പഠിച്ചത്. അത് 2ാം പ്രമാണം ലംഘിച്ചാൽ നിൻ്റെ 3ഉം 4ഉം തലമുറയെ സന്ദർശിക്കുമെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വേറെ 9 പ്രമാണത്തിന് അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് മനസ്സിലായി. 4ാം തലമുറയായിരുന്ന ഞാൻ മാങ്കുളത്ത് എത്തുമ്പം എൻ്റെ 4 തലമുറ മുമ്പ് എൻ്റെ അപ്പൂപ്പന്മാരോ താമസിച്ച അറയെ നിരയുള്ള ചെമ്പലമറ്റത്ത്. ഇന്ന് ഞാൻ അതിലേ വന്നത്. അല്ല, അന്നത്തെ പള്ളി 1ാം തരം പള്ളിയാണ്. ആ പള്ളിയിലെ അവരെ അടക്കിയിരിക്കും. ഞാൻ പോയിട്ടുണ്ട് ഇറക്കാൻ. 4ാം തലമുറയായപ്പം കാട്ടുജാതിയുടെ തുല്യമായി കാട്ടുമനുഷ്യരെ പോലെ ആക്കി എന്നെ. പോരെ, എനിക്ക് മനസ്സിലായി, നല്ലതുപോലെ എനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ കോപം, പിതാക്കന്മാരുടെ ശാപം ഞങ്ങളുടെ മേലൊക്കെ വന്നത്. ഞാനൊരു തീരുമാനവും പ്രതീക്ഷയും എടുത്തു. ആ പിതാവിനോട് ഞാൻ പറഞ്ഞു, ആ കൺവെൻഷനിൽ എന്നെ കൊണ്ടുപോകണം. എൻ്റെ ആയുസ്സും ആരോഗ്യവും എനിക്ക് ദൈവം നീട്ടിത്തന്നാൽ ജീവിക്കുന്ന നിമിഷം ഭാരമായിട്ട് എണ്ണിയിരിക്കുന്ന ഈ അനുഭവത്തിൽ കെട്ട ഈ അനുഭവം എനിക്ക് തന്നിരിക്കുന്ന കഴിവുകളും ബുദ്ധികളും അവശേഷിക്കുന്ന സമ്പത്തുകളും കാര്യങ്ങളും സകല കാര്യവും ഞാൻ നിൻ്റെ കാര്യങ്ങളിൽ പരമേൽപ്പിക്കുകയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക. നീ എന്നെ സൗഖ്യമാക്കി എൻ്റെ ആയുസ് നീട്ടിയാൽ ഞാൻ നിൻ്റെ വചനപ്രകാരം നിൻ്റെ
കൽപ്പന പ്രകാരം ഒരു ദൈവവൈതലായി ഈ ഭൂമിയിൽ ഞാൻ നിൻ്റെ സാക്ഷിയായി ജീവിക്കും. ഞാനൊരു തീരുമാനമെടുത്തു. ആ കൺവെൻഷനിൽ തന്നെ ആ പിതാവ് കൊണ്ടുപോയി. എനിക്ക് അന്ന് ആ കൺവെൻഷനിൽ കയറിയിരിക്കാനുള്ള ശേഷിയില്ലായിരുന്നു. ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ സ്റ്റേയിൽ ഞാൻ തൂങ്ങി നിന്നു. കൺവെൻഷൻ തുടങ്ങുന്ന 5 മിനിറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. കൺവെൻഷൻ ആരംഭിച്ചപ്പോൾ ഞാൻ കയറിയൊരു കസേരയിലിരുന്നു. പാട്ടും ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ചെറിയ ആശ്വാസം ഉണ്ടായി തുടങ്ങി. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. അന്നൊരു ഓസ്ട്രേലിയക്കാരൻ ഒരു സായിപ്പായിരുന്നു പ്രസംഗിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലെ മനുഷ്യാവതാരം എടുത്തു വന്നതും ഈ മനുഷ്യരാശിയെ വീണ്ടെടുപ്പാൻ, ദൈവത്തിൽ നന്ദിപ്പെട്ടു പോയവരെ വീണ്ടെടുപ്പാൻ തൻ്റെ ജീവൻ കൊടുത്ത ആ രക്ഷയുടെ സന്തോഷം, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ക്രൂശിൻ്റെ വഴി പ്രവൃത്തികളെല്ലാം അദ്ദേഹം വിവരിച്ചു. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ നിന്റെ കർത്താവും രക്ഷിതാവുമായി നീ സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്നാണ്? ആ ഡേറ്റ് എവിടെ? ജനുവരി 29-ാം തീയതി വരെ എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ കത്തോലിക്ക പള്ളിയിൽ പോയി ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഈശോ മിശിഹ അപ്പത്തിൻ്റെ രൂപത്തിൽ അച്ഛൻ എഴുന്നള്ളിച്ചെല്ലുമ്പോൾ വാവഴി ഹൃദയത്തിലെത്തുന്ന ഈശോ മിശിഹായുടെ കാര്യം ഞാൻ അങ്ങ് അംഗീകരിച്ചു. ബാക്കിയുള്ളതെല്ലാം ശരിയല്ലെങ്കിലും ഈശോ മിശിഹ ശരിയാണല്ലോ. അങ്ങനെ ഈശോ മിശിഹായെ സ്വീകരിച്ചിരുന്നു മരിച്ച സ്വർഗത്തിൽ പോകാൻ അന്ന് വരെ എനിക്കൊരു തോന്നലാ. പക്ഷെ 2 ആഴ്ചയായിട്ടും നിവൃത്തിയില്ലാത്തതുകൊണ്ട് എത്താൻ പറ്റാണ്ട് ഈശോ മിശിഹ അകത്തില്ലാതിരിക്കുക. അന്നേരമാണ് ഈ ചോദ്യം. അത്രയും ഭക്തനായിരുന്ന എനിക്കൊരു മറുപടി കൊടുക്കാൻ നോക്കിയിട്ട് ഏതാണ് കർത്താവായ യേശു ക്രിസ്തു ഞാനുമായി ബന്ധം സ്ഥാപിച്ച ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ മിഷണറിയുടെ ചോദ്യം, ഈ ഭൂമി ജനിച്ചത് നിനക്ക് ഡേറ്റ് ഉണ്ട്, നിന്റെ പഠനത്തിനും നിന്റെ എല്ലാ പ്രസ്ഥാനത്തിനും കമ്പനിക്കും നിനക്ക് ഡേറ്റ് ഉണ്ട്. നിന്നെ മരണത്തിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന്, നിത്യജീവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നിന്നെ വീണ്ടെടുത്ത മാർഗം നീ അവനെ അംഗീകരിച്ച ഡേറ്റ് എവിടെ? മറുപടിയില്ലാതെ തോന്നും. ഞാൻ അന്ന് രാത്രി എൻ്റെ കർത്താവിനെ സ്വീകരിക്കുവാൻ തകർന്ന ഹൃദയവുമായി ഞാൻ തയ്യാറായി. ആ മിഷണറി അങ്ങനെ തയ്യാറുള്ളവർക്ക് വേണ്ടി ആഹ്വാനം ചെയ്തു. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ മനസ്സുള്ളവരെ കൈവക്കാൻ പറഞ്ഞു. വാക്കുകൾ പറഞ്ഞു തന്നു. ഞാൻ എൻ്റെ വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് സമ്മതിച്ച് എൻ്റെ ഹൃദയം യേശുവിന് കൊടുത്തു. അന്ന് രാത്രി ഞാനൊരു ദൈവവൈതലായി തീർന്നു. ഞാനും കർത്താവുമായി ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടു. അന്ന് രാത്രി രോഗികളെ വിളിച്ചു. ഞാൻ മുന്നോട്ട് ചെന്നു. ഞാനൊരു കൂത്തുകാഴ്ചയായിരുന്നു. എൻ്റെ ശരീരം മുഴുവൻ, കാണുന്ന സ്ഥലം മുഴുവൻ ഞാൻ മുണ്ടും കതർ വസ്ത്രമാണ്. കഴുത്തും കാലും മുഴുവൻ യോബിനെ പോലെ ചൊറിഞ്ഞ് വികൃതമായ മനുഷ്യൻ. ഒരു മനുഷ്യനടുത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടില്ല. അസ്ഥി മാത്രമേ ഉള്ളൂ. കോലം കെട്ട മനുഷ്യൻ. ദൈവദാസന്മാർ എൻ്റെ തോളിൽ തട്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ രോഗത്തെ ശാസിച്ചു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിച്ചു. അവർ കടന്നുപോയി. അല്ലാതെ വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്തില്ല. അന്ന് രാത്രി ദൈവം എന്നെ സൗഖ്യമാക്കി. 16 ദിവസമായിട്ട് ഉറങ്ങാതിരുന്ന ഞാൻ അന്ന് രാത്രി മുതൽ ഉറങ്ങാൻ തുടങ്ങി. ഇന്ന് 41 കൊല്ലം കഴിഞ്ഞു. ആ പ്രതിസന്ധി പിന്നെ എൻ്റെ ഉറക്കം കെടുത്തിയിട്ടില്ല ഇന്ന് വരെ. അന്ന് മുതൽ ഉറങ്ങുക. വയസ്സ് 72 ഇപ്പം. ദൈവത്തിനെ തൊട്ടാലുണ്ടല്ലോ, ദൈവം ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയാലുണ്ടല്ലോ, അവന് മാൻപേടയ്ക്ക് തുല്യമായ കാല് കൊടുക്കും. അതൊക്കെ അനേക യൗവനക്കാർ ഇടറി വീഴുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഒരു കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. തളർന്നു പോകാതെ ഓടിക്കുന്ന, ക്ഷീണിച്ചു പോകാതെ നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഞാനത് അനുഭവിച്ചു. എനിക്കത് അനുഭവമാണ്. മെയ് മാസം പിറ്റേ ദിവസം ഞാൻ താമസിച്ച വീട്ടിൽ നിന്ന് എൻ്റെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തോണ്ട് ഞാൻ പോയി.
ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നാലും സാധാരണ ഉള്ള ആളുകൾക്ക് ഉള്ളതുപോലെ അന്നന്നത്തെ കാര്യം നടത്താനൊന്നും അന്ന് ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റേ വലിയ ബിസിനസ്സിന് കടം മേടിച്ച കാശ് കുറച്ച് ചിലവാക്കിയെങ്കിലും കുറച്ച് പിന്നെയും ഉണ്ടല്ലോ കയ്യിൽ, എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ. അതുകൊണ്ട് ആരോടും ശുപാർശയൊന്നും വേണ്ട. പണം ചിലവായാലും കടമുണ്ടെങ്കിലും സ്വത്തുമുണ്ട്, അതൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പോയി, അങ്ങനെ പെട്ടിയൊക്കെ എടുത്തോടെ ഈ ടീമിൻ്റെ കൂടെ അങ്ങ് പോയേക്കാം കർത്താവിൻ്റെ സാക്ഷിയായി ഞാൻ അങ്ങ് വിചാരിച്ചു. അതിൻ്റെ പ്രവർത്തകരൊക്കെ എവിടെ താമസിക്കുന്നത് ആലോചിച്ചു. പാലാ റൂട്ടിലൊരു കെട്ടിടമെടുത്ത് താമസിക്കുന്ന ബൈബിൾ സ്കൂൾ വളരെ പാസ്റ്റർമാരൊക്കെ അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സായിപ്പൊക്കെ വലിയ നല്ല ലോഡ്ജിലാണ്, തമ്പിച്ചായൻ തമ്പിച്ചായൻ നടത്തിയതാണ്. ഞാൻ രാത്രി 10 ആയപ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് വെച്ച് ക്രൂസുകളൊക്കെ കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ അവിടെ ചെന്നു. ചെന്നപ്പോൾ അവിടെ ഒത്തിരി 10-40 പേരുള്ള ഒരു വലിയ ഉത്സവം പോലെയല്ലേ. ഞാൻ അവിടെ ചെന്ന് അതിന് അങ്ങോട്ട് സൈഡിൽ കൂടെയൊക്കെ നടക്കും. വരാന്തയിലൊക്കെ ആണെങ്കിലും വട്ടം വരാന്തയിൽ പായിട്ടിട്ടുണ്ട് ആളുകൾ കിടക്കാൻ. അവിടെയൊക്കെ കയറുമ്പോൾ ഇവരെയൊക്കെ പറയുന്നത് അവിടെയെല്ലാം ആളുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അവിടെയൊന്നും പെട്ടി വെക്കാനോ കിടക്കാനോ ഒന്നും ഇവരനുവദിക്കുന്നില്ല. അവിടെ വേറൊന്നുമില്ല, കുഴപ്പം അവിടെ ആളുണ്ട്, അവിടെയൊക്കെ ആളുണ്ടല്ലോ. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാളുണ്ടല്ലോ എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ കോലം കണ്ടാൽ അങ്ങനെ പറഞ്ഞു നോക്കുള്ളൂ. അതിന് അവരെ കുറ്റമൊന്നും പറയണ്ട, നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാനും കുറ്റം പറയുന്നില്ല. എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ ആ പണി നടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവരുടെ കൂടെ അങ്ങ് പോക്കും, കർത്താവ് സൗഖ്യമാക്കി, ഇതൊന്നും സമൂഹത്തിൽ ചിലവാകിയെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം ബുദ്ധി തന്നിട്ടുള്ളതുകൊണ്ട് നല്ല ഒരു അടി വീതിയുള്ള 2 അരപ്രൈസ് അപ്പുറം ഇപ്പുറം ഉണ്ട്. നടുക്കൊരു തൂടും കൊടുത്തിട്ടുണ്ട്. പഴയ കാലത്തെ വലിയ വീടല്ലേ. ഞാൻ ആ അരപ്രൈസിലേക്ക് എൻ്റെ ഷീറ്റ് എടുത്ത് വിരിച്ചു. ഞാൻ അവിടെ കിടന്നു. 16 ദിവസം ശ്വാസം കിട്ടാതെ മരണത്തോട് വെപ്രാളപ്പെട്ട് ചൊറിച്ചിരു പോട്ടെന്നേ കിടന്ന് പൊളഞ്ഞവനും സുഖമായിട്ട് നടക്കാനും ഉറങ്ങാനും പറ്റിയ അവൻ്റെ സന്തോഷം എന്തായിരിക്കും. ഞാൻ അരപ്രൈസയിൽ ചുമ്മാ ഷീറ്റ് വിരിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്തി സുഖമായിട്ട് എഴുന്നേറ്റ് കർത്താവിനെ സൂചിച്ചിട്ട് കിണറ്റിൽ നിന്ന് തൊട്ടിക്ക് വെള്ളം കോരി കപ്പിക്ക് കുളിച്ച് ഞാൻ റെഡിയായി. അടുത്ത കതർ വസ്ത്രം എടുത്തിട്ടു. അവിടെ പ്രാർത്ഥനയുണ്ട് ഉച്ചവരെ. ആ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു. പുറത്തിരുന്ന് ആ അരപ്രൈസിൽ തന്നെ ഇരുന്ന്. തമ്പിച്ചായനും വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങാരിയൊന്നും അറിയത്തില്ല. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പെട്ടിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. കൂത്താട്ടുകളിൽ വന്നൊരു ഹോട്ടലിൽ വന്ന് ചോറുണ്ടു. അവിടെ ചോറുമൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് ചോറൊന്നുമല്ലല്ലോ കാര്യം. ഞാൻ ഹോട്ടലിൽ കയറി ചോറിട്ടിട്ട് ഒരു കോട്ടയം ബസ്സിൽ കിട്ടി. അതേ കയറി കോട്ടയത്ത് ഇറങ്ങി. അടുത്ത തിരുവനന്തപുരം ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി. തിരുവനന്തപുരത്തൊക്കെ എനിക്ക് നല്ല പരിചയം അന്നത്തെ കാലത്ത്. ഇഷ്ടംപോലെ സ്നേഹിതന്മാരും ഉണ്ട്. അതിൽ പട്ടത്തിറങ്ങി ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്നു, വിളിച്ചേൽപ്പിച്ചു. അവൻ മുറി തുറന്നു കയറി കിടന്നു. പക്ഷേ എൻ്റെ ചിന്ത, ഞാൻ എൻ്റെ കർത്താവുമായി എടുത്ത തീരുമാനം ഞാൻ എങ്ങനെ നടപ്പിലാക്കും. ഞാൻ നാളെ രാവിലെ ഏത് പള്ളിയിൽ പോകും? പാളയം പള്ളിയിലും ലൂർദ് പള്ളിയിലും ആണ് ഞാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് ഞാനേത് പള്ളിയിൽ പോകും? കത്തോലിക്ക പള്ളിയിലേക്ക് പോകാൻ ഇത്രയും അനുഭവം ഉണ്ടായ, ഇത്രയും നീതി അവരെ ദൈവത്തെ പോലെ കണ്ട അനീതി അവരുടെ ഭാഗത്ത് അനുഭവം വന്നിട്ട് എനിക്കിനി അങ്ങോട്ട് പോകാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. പെന്തക്കോസിൽ പോയാൽ അവരെനിക്ക് അത്ര വലിയ ഇഷ്ടവുമില്ല. ഞാനെവിടെ പോകും? എനിക്കോ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഞാൻ കിടന്ന് വിഷമിച്ചു. രാത്രി 3 മണി വരെ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എവിടെ പോകും ആരാധനയ്ക്ക്? 3 മണിയായപ്പോൾ ഞാൻ തീരുമാനിച്ചു, പ്ലാമൂട് ഒരു പെന്തക്കോസ് ചർച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ തിരുവനന്തപുരമൊക്കെ എനിക്ക് ഒരുവിധം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ പെന്തക്കോസ് ചർച്ചിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. പ്ലാമൂട് ഏജി ഒന്നും എനിക്ക് അന്നറിയത്തില്ല. ചെന്ന് ഏജിയുടെ ചർച്ചായിരുന്നു. ഞാൻ അവിടെ ആരാധനയ്ക്ക് പട്ടത്ത് നിന്ന് ഇറങ്ങി നടന്ന് തന്നെ, ഞാൻ ഒരു സ്റ്റോപ്പല്ല, അവിടെ നടന്ന് തന്നെ അവിടെ ചെന്നു. ആരാധന തുടങ്ങിയിരുന്നു. ഞാൻ അകത്ത് കയറി. അന്നും ആ ചർച്ചിൽ നിറച്ച ആളുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് ഏതായാലും പി ഡി യോൺസൺ പാസ്റ്റർ അന്നത്തെ സഭയുടെ പ്രസിഡൻ്റായിരുന്നു ആ സഭായോഗം നടത്തിയത്, ലീഡ് ചെയ്ത്. ആ പി ഡി യോൺസൺ പാസ്റ്റർ സങ്കീർത്തനമൊക്കെ വായിച്ച് എല്ലാവരെയും ഇരുത്തി കഴിഞ്ഞപ്പം ഒരു ദൂത് വിളിച്ചു പറഞ്ഞു, തീരുമാനത്തിൻ്റെയും പ്രതിഷ്ഠയുടെയും അടിസ്ഥാനത്തിൽ ദൈവം പിടിവെച്ചൊരു മനുഷ്യൻ ഇതിനകത്ത് വന്നിരിപ്പുണ്ടെന്ന് പറഞ്ഞു. തനിക്ക് കർത്താവ് എന്നാ ചെയ്തതെന്ന് സഭയോടെടുത്ത് സാക്ഷീകരിക്കാൻ പറഞ്ഞു.
നമ്മുടെ പള്ളിയിൽ നമ്മളെ ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ലല്ലോ. എന്നോടല്ല പറഞ്ഞത് എനിക്ക് മനസ്സിലായെങ്കിലും ഞാൻ എഴുന്നേറ്റില്ല. വേറെ വല്ലവരും ഉണ്ടെങ്കിലും നമ്മൾ മണ്ടലുമാകുമല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ എഴുന്നേറ്റും മറ്റുള്ളവരെ ഫേസ് ചെയ്ത് സംസാരിച്ചു എന്നുള്ള ആ ഒരു കഴിവും കൃപയൊന്നും ഞങ്ങളുടെ പാരമ്പര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുന്നേറ്റില്ല. ഇന്ന് ഞാൻ അതുപോലെ തന്നെ ഓർക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവിന് തെറ്റുപറ്റത്തില്ല. അവൻ അതേ എന്നും അല്ല എന്നും സംസാരിക്കുകയുള്ളൂ. അവൻ പറഞ്ഞത് തെറ്റത്തില്ല. 300 കിലോമീറ്റർ അകലെ നിന്നാണ് എത്താൻ വന്നിരിക്കുന്നത്. തൻ്റെ തീരുമാനം എങ്ങനെ നടപ്പിലാക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് ഇന്നലെ രാത്രി 3 മണി വരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മനുഷ്യ, നിന്നോടാ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ എഴുതിപ്പിച്ചു. എന്താ സംഭവിച്ചത് പറയാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. പി.ഡി. ജോൺസൺ പാസ്റ്റർ ഞാനുമായി ഒരു ആത്മീക ബന്ധം അവിടെ ഉണ്ടാകുക. ഞാൻ 10 മാസം തിരുവനന്തപുരത്ത് താമസിച്ചു. കൂട്ടായ്മകളിൽ പോയി, പല സ്ഥലത്തും പോയി സാക്ഷ്യം പറഞ്ഞു. ഒരു ദിവസമൊക്കെ ഏറ്റുങ്കരുടെ അപ്പുറമൊക്കെ 2 സ്റ്റേജിലൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്ന്. അന്ന് ആളുകളെ പൈലറെ പൊക്കിക്കൊണ്ടു കൊടുക്കും. പിന്നെ എനിക്ക് ആരുടെയും പൈസയും വേണ്ട. അതുകൊണ്ട് വളരെ സന്തോഷം. ഒരിടത്തൊരു കൂട്ടായ്മയ്ക്ക് പോയപ്പം ഒരു ലോറി പണി പോയിട്ട് ശിശിരടിച്ചെടുത്ത അയാളുടെ കണ്ണുനീര് കണ്ടു. ആ ആഴ്ചയിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്, മെയ് മാസം 27-ാം തീയതി. അവിടെ കണ്ണുനീര് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ 100 രൂപ ചിലവാക്കിയല്ലേ ഇവിടെ ജീവിക്കുന്നത്. നിങ്ങൾക്കൊരു ലോറി ഞാൻ മേടിച്ചു തന്നാൽ നിങ്ങൾക്ക് ശമ്പളവും കിട്ടും, എനിക്ക് ലാഭം ഉണ്ടാകുമോ? നഷ്ടം വരുമോ? നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരാൻ പറ്റുമോ? അയ്യോ, എന്നാൽ പിന്നെ വലിയ അനുഗ്രഹമായി. എന്നാൽ ശരി, കാശ് കയ്യിൽ നിന്ന് മുടക്കാതെ ഒരു വരുമാനം കൂടെ ആകുമല്ലോ എന്നൊരു ബുദ്ധി, ഒരു ബിസിനസ്സുകാരനായിരുന്നല്ലോ ഞാൻ, അങ്ങനെ ചിന്തിച്ചു. ആ ആഴ്ച തന്നെ ഞാൻ പോയ വഴിക്ക് ഒരു ലോറി മേടിച്ചു. ഞാൻ മേടിക്കാൻ പോയ ലോറി കിട്ടിയില്ല, ആ ലോറി വിറ്റ് പോയായിരുന്നു. പിന്നെ നാശപ്പുറം വിറ്റ് ലോറിയാണ് കിട്ടിയത്. മേടിച്ചു, അങ്ങാർക്ക് കൊണ്ടേ കൊടുത്തു. 1-2 ആഴ്ചയൊക്കെ പുള്ളി അതും കൊണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നടന്നു. നാശപ്പുറം വിറ്റ് സ്റ്റേറ്റിലേക്കുള്ള ഓട്ടമൊന്നും അന്യ സ്റ്റേറ്റിലേക്കൊന്നും പുള്ളി പോവുകയില്ല. പുള്ളിക്ക് ഈ ഷട്ടിൽ ഓട്ടം കൂട്ടിയിട്ട് വീട്ടിൽ വരണം. പുള്ളി പിന്നെ അവസാനം ഒരു ഡ്രൈവറെ ലോകക്കാരനെ വിളിച്ചു. അവനെ കാണുന്ന അമ്പലത്തിലും പള്ളിയിലെല്ലാം കൊണ്ട് വെടിയും പൊട്ടിച്ചു പോയി. വണ്ടി എന്തിനും ആവുമെന്ന് പറഞ്ഞാൽ എനിക്ക് ശരണക്കട എൻ്റെ കൂട്ടായ്മയ്ക്ക് തന്നെ പ്രശ്നമായി. അവസാനം ഞാൻ ആ വണ്ടി പിടിച്ചു കൊണ്ടുവന്ന് ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് മുമ്പ് കിട്ടു. എനിക്ക് വണ്ടി തന്ന എരുമേലിക്കാരായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, വണ്ടി നിങ്ങൾ എടുത്തുകൊണ്ട് പോകുമോ? നിങ്ങൾ പറയുന്ന കണ്ടീഷനും ഇല്ല, അത് തന്നെയല്ല എനിക്കിത് വേണ്ട, നിങ്ങൾ തന്ന കാശ് സൗകര്യമുള്ളത് തന്നാൽ മതി. കൊണ്ടുപോകും. അവർ കൊണ്ടുപോകില്ല, ഞാൻ തന്നെ നടത്തണം. പിന്നെ അവസാനം തലവേദന ആയല്ലോ എന്ന് വിചാരിച്ചപ്പം കൊച്ചിയിൽ നിന്ന് നേരെ തിരുവനന്തപുരം ട്രിപ്പ് മാത്രം ഞാനെടുത്ത് കുറേ മാസങ്ങൾ ഞാൻ തന്നെ കുടിച്ചു. ദിവസം 1000 രൂപ മിച്ചം കിട്ടും. നല്ല വണ്ടിയല്ലേ. അതുകൊണ്ട് അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞിങ്ങനെ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ രക്ഷിക്കപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ സാക്ഷി പോയിപ്പം വേണ്ടി ഇങ്ങനെ ലോറി ഓടിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ നടന്നപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നി എൻ്റെ നാട്ടിലൊന്ന് തിരിച്ചു പോകണം, ഒരു ഉറ്റു നോക്കാൻ. അപ്പോൾ എന്നെ അങ്ങനെയൊന്നും ആരും അറിയില്ല. അതുകൊണ്ട് ആ കോലമൊക്കെ ആയി എൻ്റെ പേരിൽ. ഞാൻ ലോറി ഓടിച്ച് മൂന്നാറിലൊരു ലോഡ് എടുത്ത് ഞാൻ പിന്നെ അടിമാലിക്ക് മൂന്നാറിന് പോയി ലോഡൊക്കെ ഇറക്കിയിട്ട് വണ്ടിയൊക്കെ ഒന്ന് കഴിച്ച് എവിടെ വരെ വണ്ടി മാങ്കുളത്തിന് പോകുമെന്ന് അന്വേഷിച്ചപ്പോൾ വിരുവാറ വരെ പോകുമെന്ന് പറഞ്ഞു. വിരുവാറെ കൊണ്ട് ഇട്ടിട്ട് രാത്രി നടന്ന് ഒരു 10-10:30 ആയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം പണ്ട് നമ്മുടെ വണ്ടി മറിഞ്ഞ സ്ഥലത്ത് കൂടെയാണ് പോകേണ്ടത്. ഏതൊക്കെ പിന്നെ എറണാകുളത്തെ പെരുന്നാൾ കൂടാൻ പോയി പറഞ്ഞ വണ്ടി നിലത്ത് കൂടെ നടന്നു പോയി. അവിടെ എത്തി. വീട്ടിൽ ചെന്ന് എല്ലാവരെയും വിളിച്ചേപ്പിച്ചു. മണ്ണെണ്ണ വിളക്കല്ല, അവിടെ കറണ്ടൊന്നുമില്ല. അമ്മയപ്പനൊക്കെ സഹോദരന്മാരൊക്കെ എഴുന്നേറ്റ് വന്നപ്പം അമ്മ ചോദിച്ച ചോദ്യം, എൻ്റെ മകൻ അപ്പച്ചനാണോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ മകൻ അപ്പച്ചൻ തന്നെയാണ്. നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. മണ്ണെണ്ണ വിളക്കൊക്കെ പൊക്കിയിട്ട് എന്ന് വെച്ചാൽ ഒരു തൂത്തുങ്ങ് നോക്കി കയ്യിലൊക്കെ ഒന്ന്. അമ്മ കണ്ട മകനല്ലല്ലോ ഇത്. എനിക്ക് തോന്നി ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ നാട്ടിൽ കൂടെ ഇറങ്ങി നടന്നപ്പോൾ അവർക്കും വലിയ അതിശയം. ഇടാ, ശാപം കിട്ടിയവൻ ഇതാ നടക്കുന്നു, ലാസറിനെ പോലെ. അങ്ങനെ വന്നപ്പം എനിക്ക് തോന്നി ഇവിടെ ഒരു പറ്റിയ സമയം ഒരു ക്രൂസൈഡ് നടത്തിയ, ഒരു കൺവെൻഷൻ നടത്തിയ പലരും രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രാർത്ഥന വിഷയം അതാണല്ലോ. ലോറി ഓടി കാശുണ്ടാക്കുന്ന കാര്യമൊന്നും നോക്കിയില്ല. പെട്ടെന്ന് ഒരു കൺവെൻഷൻ നടത്തുന്ന കാര്യം ആലോചിച്ചു. ഉടനെ അത് ഈ ഇതുപോലെ ഒരു ഫെബ്രുവരി മാസമൊക്കെയാണ്. ആലോചിച്ചു, ഈസ്റ്ററിൻ്റെ ആ മാർച്ച് ഏപ്രിൽ ഈസ്റ്ററിൻ്റെ ആഴ്ച നടത്തണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട്
അങ്ങനെ തന്നെ തീരുമാനിച്ച ആളുകളെയൊക്കെ വിളിച്ചിട്ട് ആരും വരില്ല ഈ കാട്ടിലേക്ക് പേടിച്ചിട്ട്. പിന്നെ അവസാനം VFM പാസ്റ്ററെ വിളിച്ചപ്പോൾ അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. അവരുടെ ടീമും വരാമെന്ന്. രാജു ഏലിയാമ്മയൊക്കെ പാട്ടുകാരുള്ള കാലമാണ്. അതുകൊണ്ട് അവരുടെ ടീം വരാമെന്ന് സമ്മതിച്ചു. അവർ വന്നു. നിങ്ങളെങ്കിൽ വന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവരുടെ ടീമായിട്ട് അവർ വന്നു. കൺവെൻഷൻ നടത്തി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ. ആ നാച്ചപ്പുറത്ത് ലോറി അവിടെയുണ്ട്. ആ ലോറിയിലാണ് ഈ ഗായക സംഘവും അവരുടെ ടീമൊക്കെ വന്നവർ 6-ാം മൈലിൽ നിന്ന് കയറി ഞങ്ങൾ ലോറിപ്പുറത്ത് പോരുമെന്ന് കൊണ്ടുപോകുന്നു. അവരുടെ ഒരു മൂക്കം വണ്ടി ഉണ്ടായിരുന്നു, അതിൽ വന്നിട്ട് കയറിപ്പോന്നു. എന്തായാലും അവിടെ 4 ദിവസത്തെ കൺവെൻഷൻ നടന്നു. 4-ാമത്തെ ദിവസം എൻ്റെ ഒരു സാക്ഷ്യവും ഉണ്ടായിരുന്നു. 71 മിനിറ്റ് ഉണ്ടെന്ന് എൻ്റെ അപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു നിർത്തിയത്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. തമ്പിച്ചായൻ അത് കഴിഞ്ഞ് പ്രസംഗിച്ചു. എൻ്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം തെറ്റാന്ന് നിങ്ങൾക്ക് പറയാൻ കണ്ണിക്കാം. നിങ്ങളുടെ നാട്ടുകാരൻ്റെ അനുഭവം തെറ്റാന്ന് പറയാൻ ആർക്കും സാധിക്കുമെന്ന് ചോദിച്ച് പുള്ളി പ്രസംഗിച്ചു. എന്തായാലും എൻ്റെ അമ്മയും സഹോദരന്മാരും നാട്ടിൽ പല ആളുകളും വിശ്വാസത്തിലേക്ക് വന്നു, രക്ഷിക്കപ്പെട്ടു. അവിടെ ഒരു സഭ ആരംഭിച്ചു എൻ്റെ വീട്ടിൽ.